ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി ആ മൂന്ന് കാര്യങ്ങൾ, അതിൽ ഒന്നാമത്തേത്, എവിടെയെങ്കിലും ഒരു ആണും പെണ്ണും തനിച്ചായാൽ, ഒരു ആണും പെണ്ണും ഏതെങ്കിലും ഒരു സ്ഥലത്ത് തനിച്ചാവുകയാണ് എങ്കിൽ ആ രണ്ടുപേരുടെ ഇടയിലേക്ക് മൂന്നാമതായി ഞാൻ കടന്നു വരുന്നതാണ് നൂഹ് നബിയെ. ഞാൻ അവിടെ എത്തും. എന്റെ സൈന്യത്തിൽപ്പെട്ട ആരെയും ഞാൻ അവിടെ അയക്കില്ല. ഞാൻ നേരിട്ട് തന്നെ അവിടെ ഹാജരായിട്ട് ഞാൻ അവരെ രണ്ടുപേരെ കൊണ്ട് തെറ്റ് ചെയ്യിക്കും, ഞാൻ അവരെ നശിപ്പിക്കും. ഒരാണും പെണ്ണും തനിച്ചാവരുത് എന്ന് ഹബീബായ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടുപേർ, ഇതാ ഒരു സഹോദരൻ ഓടി വന്നിട്ട് പറയുകയാണ്, ഉസ്താദേ, ഞാൻ രാവിലെ ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി വണ്ടിയും എടുത്തുകൊണ്ട് ഡ്രൈവറായി പോയവനാണ്. ഞാനിതാ 1 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി പോയതാണ്. ആ വീട്ടിലുള്ള പിതാവ്, മാതാവ്, സഹോദരങ്ങൾ എല്ലാവരുമായി ഇതാ സുബഹി കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തിരിച്ചു പോയി. എവിടെയാണ്? എറണാകുളത്തുള്ള ഒരു ഹോട്ടലിൽ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോയ ഞങ്ങൾ ഇതാ അവിടെയാണെങ്കിൽ കുഞ്ഞിന് വേണ്ടിയുള്ള ഡ്രസ്സുകളും കേക്കും മറ്റു കാര്യങ്ങളും എല്ലാം വാങ്ങിവെച്ച് സജ്ജീകരിച്ച് വെച്ചിരിക്കുകയാണ്. എല്ലാ ബന്ധുക്കളെയും വിളിച്ചു കൂട്ടിയിട്ടുണ്ട്, എല്ലാവരും അവിടെയുണ്ട്. അങ്ങനെ 1 വയസ്സ് തികഞ്ഞ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഞങ്ങൾ ഇതാ പോകുമ്പോൾ, ഇതാ ഞങ്ങൾ എറണാകുളത്തിന്റെ അടുത്ത അരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ 1 വയസ്സുള്ള കുഞ്ഞിനിതാ വല്ലാത്ത ചൂടുണ്ടാകുന്നു. കുഞ്ഞ് പെട്ടെന്ന് ഇതാ ഛർദിക്കുവാൻ തുടങ്ങി. ഞങ്ങൾ ഇതാ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി ഇതാ അഡ്മിറ്റ് ചെയ്തു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കേണ്ട കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞ് ഈ ലോകത്ത് നിന്ന് ഇതാ വിട പറഞ്ഞിരിക്കുകയാണ്. ആ കുഞ്ഞ് മരണപ്പെട്ടു പോയി. ആ കുഞ്ഞിന്റെ ബോഡിയുമായിട്ട് അവിടെ നിന്ന് ആംബുലൻസ് വരുന്നു ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് ആ 1 വയസ്സുള്ള കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയ വാഹനത്തിന്റെ ഡ്രൈവർ കരഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് വരുന്ന സംഭവമാണ് കാണുന്നത്. എന്നാൽ ആ പ്രവാചകനായ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്, നീ നിന്റെ റബ്ബിനെ കുറിച്ച് എപ്പോഴും നീ ഒന്ന് ഓർക്കണേ. ആ അല്ലാഹനെ ഓർക്കുന്നതിനോടൊപ്പം മരണത്തെ കുറിച്ചും നീ ഓർക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ ഈ 2 കാര്യങ്ങളും മറന്നു പോകുന്ന മുസ്ലിമേ, നമ്മൾ പിശാചിന്റെ അടിമകളായി മാറുകയാണ്. വീണ്ടും അവിടെ നിന്ന് റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? നീ ഒരാൾക്കൊരു നന്മ ചെയ്താൽ അത് നീ എപ്പോഴും മറന്നു കളയണം. ഒരാൾക്കൊരു നന്മ ചെയ്താൽ അത് അപ്പോഴേ മറന്നു കളയണം. നീ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും നീ അത് ഓർക്കണം, എന്നിട്ട് നീ പശ്ചാത്തപിക്കണം എന്നാ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. എന്നാൽ നമ്മൾ അങ്ങനല്ല. നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മറക്കില്ല, ഒരിക്കലും മറക്കില്ല. ഏതെങ്കിലും ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവൻ നമ്മുടെ ശത്രുവായിരിക്കും. എന്നാലും നീ എന്നോട് അങ്ങനെ ചെയ്തില്ലേ, നീ ഓർത്തിട്ടുണ്ടോ? നീ നന്ദിയുള്ളവനാണോ? അന്ന് നിനക്ക് ഇന്ന പ്രശ്നം വന്നപ്പോ ഞാനില്ലേ ഉള്ളായിരുന്നു, ഇന്ന് എല്ലാരും നിനക്കെതിരായിരുന്നു, ഞാനില്ലായിരുന്നു. അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്? ചെയ്ത നന്മ നമ്മൾ എടുത്തു പറയും. പ്രത്യേകിച്ച് സഹോദരിമാര്, അവരെന്തെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ തമ്മിൽ വലിയ കാര്യമായിരിക്കുമ്പോൾ ഒരുപാട് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കും, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രശ്നമാകുമ്പോൾ എന്ത് ചെയ്യും? ആ ചെയ്തത് ഓരോന്ന് ലിസ്റ്റ് അടക്കം ഇങ്ങനെ പറയും. എടീ, നിന്റെ ഭർത്താവ് പൈസ അയക്കാതിരുന്നപ്പോ നിന്റെ കുഞ്ഞിന് ഫീസ് അടയ്ക്കുവാൻ, നിന്റെ വീട്ടിലെ ആഹാരത്തിന്, നിന്റെ മൊബൈൽ ചാർജ് ചെയ്യുവാൻ, നിനക്ക് വസ്ത്രം വാങ്ങുവാൻ, ഇന്ന വീട്ടിലെ കല്യാണത്തിന് കൊടുക്കാൻ അന്ന് 500 തന്നത്, 1000 തന്നത്, 2000 തന്നത്, 10000 തന്നത്, ഇതെല്ലാം നിനക്ക് തന്നത് ഞാനല്ലേടി? നീ നന്ദിയില്ലാത്തവളല്ലേ? നീ എന്നോടത് ചെയ്യാൻ പാടുണ്ടായിരുന്നോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചെയ്ത നന്മ എടുത്തു പറയുന്നത് അത് പിശാചിന്റെ സ്വഭാവമാണ് എന്ന്, അവന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരികയാണ് സഹോദരാ. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ കയറിയപ്പോൾ ഇബ്ലീസ് വന്നിട്ട് 5 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയെന്ന് പറഞ്ഞല്ലോ. അതിൽ 2 കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. എന്താണ്? 1 അസൂയ, 2 അത്യാഗ്രഹം. എന്നാൽ ഒരു 3 കാര്യമുണ്ട്, അതും കൂടെ ഓർമ്മപ്പെടുത്താതെ പോയാൽ അത് മോശമല്ലേ? എന്താണ്? ഇബ്ലീസ് പറയുകയാണ്, മൂസാ നബിയെ, ഇനി ആ 3 കാര്യങ്ങൾ, അതിൽ ഒന്നാമത്തേത്, എവിടെയെങ്കിലും ഒരു ആണും പെണ്ണും തനിച്ചായാൽ, ഒരു ആണും പെണ്ണും ഏതെങ്കിലും ഒരു സ്ഥലത്ത് തനിച്ചാവുകയാണ് എങ്കിൽ ആ 2 പേരുടെ ഇടയിലേക്ക് മൂന്നാമതായി ഞാൻ കടന്നു വരുന്നതാണ് നൂഹ് നബിയെ. ഞാൻ അവിടെ എത്തും. എന്റെ സൈന്യത്തിൽപ്പെട്ട ആരെയും ഞാൻ അവിടെ അയക്കില്ല.
ഞാൻ നേരിട്ട് തന്നെ അവിടെ ഹാജരായിട്ട് ഞാൻ അവരെ രണ്ടുപേരെ കൊണ്ട് തെറ്റ് ചെയ്യിക്കും, ഞാൻ അവരെ നശിപ്പിക്കും. ഒരാണും പെണ്ണും തനിച്ചാവരുത് എന്ന് ഹബീബായ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടുപേരൊരാണും പെണ്ണും തനിച്ചായാൽ മൂന്നാമത് അവിടെ ഇബ്ലീസ് ഉണ്ടാകുമെന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിച്ചെങ്കിൽ ഇബ്ലീസ് പറഞ്ഞു, ഞാൻ എന്റെ സൈന്യത്തിൽ നിന്ന് ആരെയും അയക്കില്ല, ഞാൻ നേരിട്ട് തന്നെ വന്നിട്ട് അവരെ ഞാൻ നശിപ്പിക്കുന്നതാണ്. രണ്ടാമതായി പറഞ്ഞു കൊടുത്തത് എന്താണ്? നൂഹ് നബിയെ, നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ധർമ്മം ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ സദഖ കൊടുക്കാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ നിങ്ങളത് കൊടുത്തുകൊള്ളണം. അത് നിങ്ങൾ കൊടുത്തില്ല എങ്കിൽ മൂന്നാമതായി അതിന്റെ ഇടയിലേക്ക് ഞാൻ കടന്നു വരും. അത് കൊടുക്കാനുള്ള സാഹചര്യം ഞാൻ തരില്ല, ഞാനത് തടസ്സമാക്കി കളയും. പിന്നെ നിങ്ങൾ എന്തെങ്കിലും നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതും നടത്തിക്കോണം. ഇല്ലെങ്കിൽ ഞാൻ അവിടേക്ക് വന്നിട്ട് ഒരുപാട് ഒഴിവ് കിഴിവുകൾ പറഞ്ഞിട്ട് അത് ഞാൻ മുടക്കിക്കളയും. ഈ മൂന്ന് കാര്യമാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിക്ക് പറഞ്ഞു കൊടുത്തത് സഹോദരങ്ങളെ. അതുകൊണ്ട് ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ ലുബ്ധത എന്ന് പറഞ്ഞാൽ. അവന് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ, ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബിതങ്ങൾ എടുത്തു പറയുകയാണ്. ഒരു ഹദീസ് ഉണ്ട്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഈ ലുബ്ധത എന്ന് പറഞ്ഞ ഭയങ്കര സംഭവമാണ്. അതായത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ, ഒരു മനുഷ്യൻ ഒരു സദഖ കൊടുക്കാൻ ആഗ്രഹിച്ചാൽ, അതായത് പള്ളിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു 100 രൂപ നീ കൊടുക്കുക എന്ന് ആവശ്യപ്പെട്ടാൽ, ഇയാള് പോക്കറ്റിൽ കൈയിട്ടിട്ട് 100 രൂപ എടുത്തു കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ എടുത്തു കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ പിശാച് അവിടെ കടന്നു വരും. പിശാച് ഇങ്ങോട്ട് കടന്നു വന്നിട്ട് എന്ത് ചെയ്യും? അവൻ അത് തടയാൻ നോക്കും. റസൂലുള്ളാഹി പറയുന്നു, നീ ഒരു ദാനധർമ്മം ചെയ്യുന്നു എങ്കിൽ 70 പിശാചുക്കളെ തുടച്ചു മാറ്റിയിട്ടല്ലാതെ ഒരടിമയ്ക്ക് 1 രൂപ എടുത്ത് സദഖ കൊടുക്കാൻ കഴിയില്ലെന്ന് റസൂലുള്ളാഹ്. 70 പിശാചുക്കളെ ഇങ്ങനെ പിടിച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു മുഅ്മിനിന് 100 രൂപ എടുത്ത്, ഒരാൾക്ക് 1 രൂപ എടുത്ത് സദഖ കൊടുക്കാൻ കഴിയുള്ളെന്നാ റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അത് സത്യമാ. ഈ വെള്ളിയാഴ്ചയൊക്കെ പള്ളിയിൽ ബക്കറ്റുമായിട്ട് വരുമ്പോഴേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൈ ഇങ്ങനെ ഇടും. ആദ്യം മൊത്തം ഇങ്ങോട്ട് എടുത്തിട്ട് 1000ന്റെ നോട്ട് മാറ്റും, 500ന്റെ മാറ്റും, പിന്നെ 100ന്റെ മാറ്റും, 50, 20, 10 ഇങ്ങനെ മാറ്റി. പിന്നെ നോക്ക് ചില്ലറ വല്ലതും കിടപ്പുണ്ടോ, ഉണ്ടെങ്കിൽ അതെടുത്ത് ബിസ്മില്ലാ സൗണ്ടിൽ അങ്ങോട്ട് ഇട്ടു കൊടുക്കും. ഇത് ചെയ്യിക്കില്ല പിശാച്. എന്തുകൊണ്ടാ? അവനവിടെ തൂങ്ങിക്കിടക്കുകയാണ് 70 പിശാച്. ഈ 70 പിശാചുക്കളെ ശൈത്താന്മാരെ പിടിച്ചു മാറ്റിയിട്ടല്ലാതെ നിനക്കൊന്നും തന്നെ സ്വതഖ ചെയ്യാൻ കഴിയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹ്. നമുക്കും അതാ പറ്റുന്ന ചോദിക്കുമ്പോൾ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാ. ഇപ്പൊ ഇവിടെ പള്ളി ഇരുന്നോണ്ട് നാളത്തെ കാര്യത്തിന് വേണ്ടി ചോദിക്കുമ്പോ ഇൻഷാ അല്ലാഹ് ഒരു 10,000 രൂപ കൊടുക്കണമെന്നൊക്കെ വിചാരിക്കുക. വീട്ടിലോട്ട് ചെന്നിട്ട് പറഞ്ഞ, എടി ഇന്നത്തെ പ്രസംഗമൊക്കെ കേട്ടപ്പോ ഉണ്ടല്ലോ, ഞാൻ നിയത്ത് ചെയ്ത് അൽഹംദുലില്ലാഹ് ഒരു 10,000 രൂപ പള്ളിക്ക് കൊടുക്കാം. പെട്ടെന്ന് അവിടെ നിന്ന് തണുക്കും വേണ്ടി ചെന്നിട്ട്, നിങ്ങൾ എന്ത് കണ്ടുണ്ടോ ഇത് ചെയ്തത്? നിങ്ങൾക്ക് ഒരു കാര്യം അറിയില്ല. വാട്ടർ ബില്ല് അടച്ചിട്ടില്ല, കറണ്ടിന്റെ ബില്ല് അടച്ചിട്ടില്ല, കുഞ്ഞിന്റെ ഫീസ് കൊടുത്തിട്ടില്ല, വാഹനത്തിന്റെ ഫീസ്, കറണ്ട് ബില്ല് അടച്ചിട്ടില്ല, ആഹാരത്തിനില്ല, അതില്ല, ഇതില്ല, ഇങ്ങനെ 100 കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആകെ വിയർത്തുകൊണ്ട് പറയും, ഇൻഷാ അല്ലാഹ് നമുക്കെന്നാ ഒരു 1000 രൂപ കൊടുക്കാം, 1000 രൂപ കൊടുക്കാമെന്ന് നിയത്ത് ചെയ്യും. അപ്പോൾ വീണ്ടും സഹോദരി അവിടെ തുടങ്ങും, എന്നാലും നിങ്ങൾ എന്റെ കാര്യത്തിന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ചെയ്തില്ലല്ലോ, ആ ആവശ്യമല്ലേ ഇതില്ലേ എന്ന് പറഞ്ഞ് ലുബ്ധത കൊണ്ടിട്ട് നമ്മുടെ ഇടയിൽ പിശാച് പറയും. അങ്ങനെ നമ്മൾ പിന്നെ അവസാനം നിയത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം വാതു വെക്കുമ്പോ നമുക്ക് എന്തെങ്കിലും സഹായിക്കാം. സഹോദരങ്ങളെ, ഇത് പിശാചിന്റെ സ്വഭാവമാണ്, ലുബ്ധത. അവൻ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് നമ്മളെ ഇതാ മാറ്റിക്കളയും. റസൂലുള്ളാഹി പറഞ്ഞു, സ്വതഖ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ എത്രയും പെട്ടെന്ന് കൊടുത്തുകൊള്ളണം. 70 പിശാചുക്കളെ മാറ്റിയിട്ടല്ലാതെ നിങ്ങളിൽ ആർക്കും തന്നെ ഒന്നും തന്നെ കൊടുക്കാൻ കഴിയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഈ പറഞ്ഞ ലുബ്ധത ഇബ്ലീസിന്റെ
ഇബിലീസിന്റെ ഇഷ്ട സ്വഭാവമാണ്. വീണ്ടും റസൂലുള്ള പറയുന്നു, ഇബിലീസിന്റെ ഇഷ്ട സ്വഭാവമാണ് ദേഷ്യം എന്നുള്ളത്. ദേഷ്യം, കോപം ഇബിലീസിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരോടും ദേഷിക്കാൻ പാടില്ല. ദേഷ്യം വന്നാൽ നിങ്ങൾ നിന്നാൽ ഇരിക്കണം, ഇരുന്നിട്ട് ദേഷ്യം മാറിയില്ലെങ്കിൽ കിടക്കണം. എന്നിട്ടും മാറിയില്ല എങ്കിൽ നിങ്ങൾ വുളൂ ചെയ്യണമെന്ന് റസൂലുള്ള പറയാനുള്ള കാരണം എന്താ? ഇബ്ലീസ് അത് അവന്റെ സ്വഭാവമാണ്. അവനെ അല്ലാഹു തആല തീയിൽ നിന്നാ സൃഷ്ടിച്ചത്. ആ സ്വഭാവം മാറണമെങ്കിൽ വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വുളൂ ചെയ്യ്, അതോടുകൂടി ദേഷ്യം മാറുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അത് പിശാചിന്റെ സ്വഭാവമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമുക്ക് അവിടെ നിന്ന് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇത് സൂക്ഷിക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടെ ഇബ്ലീസിന്റെ ഒരുപാട് ഇഷ്ടഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു എങ്കിൽ ആ ഇബ്ലീസിന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും സൂക്ഷിക്കേണ്ടവരാണ്. എന്തുകൊണ്ടെന്നാൽ ഇബ്ലീസ് അല്ലാഹുവിനോട് അവൻ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചതാണ്. എന്താണ്? ആദം നബി അലൈഹിസ്സലാം മുതലുള്ള പ്രവാചകന്മാര് അല്ലാഹുവിന്റെ മുമ്പിൽ അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചതുപോലെ തന്നെ ഇതാ പ്രവാചകന്മാരെ പോലെ തന്നെ ഇബ്ലീസ് ചെന്നിട്ട് പറഞ്ഞു, റബ്ബേ, നിന്റെ പ്രവാചകന്മാർക്ക് നീ എന്തെല്ലാം കൊടുത്തു എന്ന് ചോദിക്കുമ്പോ അല്ലാഹു തആല പറഞ്ഞു, ഞാൻ 4 കിതാബുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. തൗറാത്ത്, ഇൻജീൽ, സബൂർ, ഖുർആൻ, ഇങ്ങനെയുള്ള മുഴുവൻ കിതാബുകളും നൽകിയാണ് ഞാൻ പ്രവാചകന്മാരെ അയച്ചത് എന്ന് പറഞ്ഞപ്പോ ഇബ്ലീസ് പറഞ്ഞു, എനിക്കും അതുപോലുള്ള കിതാബ് നീ തരണം. അങ്ങനെ കിതാബ് എനിക്ക് ആവശ്യമുണ്ട് എന്ന് ഇബ്ലീസ് അല്ലാഹുവിനോട് ചോദിക്കുമ്പോ അല്ലാഹു പറഞ്ഞു, ഇബ്ലീസേ, നിനക്കുള്ള കിതാബ് ഏതാണെന്നറിയുമോ? അൽ വസ്മ, ഇതാ പച്ച കുത്തുക എന്നുള്ളത് നിന്റെ കിതാബാണെന്ന് അല്ലാഹു തആല ഇബ്ലീസിനോട് പറയുകയാണ്. പച്ച കുത്തുക എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് ഇബ്ലീസിന്റെ ഒരു സ്വഭാവമാണ്. എന്താണ് ഈ പച്ച കുത്തുക എന്ന് പറഞ്ഞാൽ? സൂചി ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ ചില ഏതെങ്കിലും ഒരു കാര്യങ്ങൾ, ചിലരുടെ പേരോ ചിലരുടെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ കുത്തിയിട്ട് ചില മഷി കലർത്തി അതെന്ത് ചെയ്യും, അത് വരച്ചു വെക്കുന്ന ഒരു സ്വഭാവം. ഇതിനാണല്ലോ നമ്മൾ പച്ച കുത്തുക എന്ന് പറയുന്നത്. ഇത് ഹറാമാണ്, നിഷിദ്ധമാണ്. അത് ഇബ്ലീസിന്റെ അടയാളമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇന്ന് ചെറുപ്പക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാ, ഭയങ്കര മോഡേനാ. ചെറുപ്പക്കാരുടെ കയ്യിൽ നോക്കിയാൽ അതാ ചിലർ അവരിഷ്ടപ്പെടുന്നവരുടേതായ പേരുകൾ എഴുതി വെച്ചേക്കും, അല്ലെങ്കിൽ അവരിഷ്ടപ്പെടുന്ന താരങ്ങളുടെ ഫോട്ടോകൾ പച്ചകുത്തി വെച്ചിരിക്കുന്നത് കാണാം. മോഹൻലാലിന്റെ ആകട്ടെ, മമ്മൂട്ടിയുടെ ആകട്ടെ, അതുപോലുള്ളതായ സിനിമാ താരങ്ങളുടെയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫുട്ബോൾ ഭ്രാന്തന്മാര് മെസ്സിയുടെയും ഇതുപോലുള്ളവരുടേതായ ഈ ഫോട്ടോകൾ പച്ചകുത്തി, ചിലര് പ്രണയിക്കുന്ന പെണ്ണിന്റെ പേര് പച്ചകുത്തിക്കൊണ്ട്, ചിലരല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ജീവികളുടെതെല്ലാം ഫോട്ടോകൾ പച്ചകുത്തിക്കൊണ്ട് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ നിഷിദ്ധമാക്കിയ ഒരു കാര്യമാണ്. അത് ഇബ്ലീസിന്റെ കിതാബാണ്, അവന്റെ അടയാളമാണ്. ചെയ്യല്ലേ മക്കളെ. ഇന്ന് നമുക്കറിയാം നമ്മുടെ ചെറുപ്പക്കാര് ചെയ്യുന്നത്. ഫുട്ബോളിന്റെ സമയം ഇതാ വരുന്നു. മലപ്പുറം പോലെയുള്ള സ്ഥലത്ത് ഇതാ നമുക്ക് കാണാം, അവരുടെ തലമുടി അവർ വെട്ടിയിട്ട് ഫുട്ബോളിന്റെ രീതിയിലാക്കും, അല്ലെങ്കിൽ ഫുട്ബോൾ താരത്തിന്റെ ഫോട്ടോ ഉണ്ടാക്കും, ശരീരഭാഗത്ത് ഇതാ പച്ചകുത്തി വെക്കുന്നു, എന്നിട്ട് ആ ഭ്രാന്ത് കാണിക്കുന്നത് നമ്മൾക്ക് കാണാൻ കഴിയുന്നു. ഇത്തരത്തിലുള്ള മോശമായ സ്വഭാവം നമ്മുടെ സഹോദരങ്ങൾ കാണിക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് പിശാചിന്റെ സ്വഭാവമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നു, വലഉളില്ലന്നഹും വലഉമന്നിയന്നഹും വലആമുറന്നഹും ഫലയുബത്തികുന്ന ആദാനുല്ലനാ ഫലആമുറന്നഹും ഫലയുഗയ്യിറന്ന ഖൽഖല്ലാഹ് വമൻ യത്തഖിദു ശൈത്വാന വലിയ്യൻ മിൻ ദൂനില്ലാഹ് ഫഖദ് ഖസിറ ഖുസ്റാനൻ മുബീനാ. പിശാചിന് അടിമപ്പെട്ടുകൊണ്ട് പിശാചിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഇതാ അവൻ വഴിപ്പെട്ടുകൊണ്ട് അല്ലാഹു തആല അവർക്ക് നൽകിയതായ അനുഗ്രഹീതമായ ശരീരത്തെ, അനുഗ്രഹീതമായ മുടിയെ, അവരുടെ ഭാവങ്ങളെ അവരിതാ മാറ്റിമറിക്കുന്നതാണ്. ഏതുപോലെ മൃഗങ്ങളുടേതായ ചെവിയിൽ കുത്തുന്നത് പോലെ, അവകളുടെ വാലുകൾ മുറിക്കുന്നത് പോലെ, അവകളുടെ കോലം മാറ്റുന്നത് പോലെ മനുഷ്യൻ അവന്റേതായ ശരീരത്തിന്റെയും അവയവങ്ങളുടെയും കോലങ്ങൾ മാറ്റിമറിക്കുന്നത് അത് പിശാചിന്റെ മാർഗമാണ്. എന്നിട്ട് അല്ലാഹു തആല നമ്മളോട് പറയുകയാണ്,
അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ആരെങ്കിലും മാറ്റം വരുത്തുകയാണ് എങ്കിൽ അല്ലാത്ത ഈ പിശാചിനെ അവന്റെ നേതാവായി ഉൾക്കൊണ്ടുകൊണ്ട് ആരെങ്കിലും വഴിപിഴക്കുകയാണ് എങ്കിൽ അവൻ വ്യക്തമായ വഴികേടിലാണ്, അവൻ നാശത്തിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. നമുക്കറിയാം പിശാചിനെയാണ് ഇഷ്ടം. അതാണ് അള്ളാഹ് കൊടുത്ത നല്ല കോലം മാറ്റി ഇപ്പൊ ചെവിയിൽ ആണുങ്ങളൊക്കെ ഇങ്ങനെ ക്ലിപ്പ് അടിച്ച് ഇങ്ങനെ ഇട്ടോണ്ട് അടക്കാം. കണ്ടിട്ടില്ലേ ചെറുപ്പക്കാര്? പെണ്ണുങ്ങൾ കാതുകുത്തുന്ന കണ്ടിട്ടുണ്ട്, ഇപ്പൊ ആണുങ്ങൾ അതൊരു ഫാഷനാക്കി മാറ്റിയിരിക്കുക. ഇപ്പം ദാ മൂക്കിന്റെ സൈഡില്, ദാ ഇവിടെ ഈ ഭാഗത്ത്, അതുപോലെ താടിയുടെ സൈഡില്, ഇവിടെ കവിളില് ഒക്കെ പിന്നടിച്ചിങ്ങനെ മുത്തു തൂക്കിയിട്ടുണ്ട് നടക്കുക ഭ്രാന്തന്മാരുടെ കൂട്ട്. ചെറുപ്പക്കാരെ, ചില പിള്ളേരുണ്ട് മദ്രസയിലൊക്കെ കൊച്ചുങ്ങളെ കാണുമ്പോൾ തൊപ്പിയൊന്നും അവന്മാർ ഇടാൻ പറ്റത്തില്ല, കാരണം തൊപ്പി ഇങ്ങനെ പൊങ്ങി നിൽക്കും സ്റ്റൈല്. കാരണം മുടിയെടുത്ത് ഈ മുള്ളംപന്നിയുടെ കൊമ്പ് പോലെ ഇങ്ങനെ ചരിച്ചൊരു വെപ്പാണ്, ഈർച്ച വാള് പോലെ ആക്കിയേ സ്റ്റൈലിൽ ഇങ്ങനെ തൊപ്പിയൊക്കെ വെച്ച മുകളിലേ ഇരിക്കത്തുള്ളൂ. എന്തൊരു കോലോ. ചില പിള്ളേർ വേറെ രീതിയിൽ. സഹോദര, മുടി അനുഗ്രഹമാണ്, ബഹുമാനിക്കേണ്ടതാ. റസൂലുള്ള നിനക്ക് പഠിപ്പിച്ചു തന്ന രീതിയിൽ നീ മുടി വെട്ടണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ നീ പിശാചിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവന്റെ ഫാഷനിൽ മുടി വെട്ടുന്നു. നീ അവന് ഇഷ്ടപ്പെട്ട രീതിയിൽ നിന്റെ മുടി ഇതാ വളച്ചു വെക്കുന്നു. ചിലരാണെങ്കിൽ ഈ സത്യസായി ബാബയുടെ മുടി പോലെ ഇങ്ങനെ വളർത്തി ഇത്രയാക്കി കൊണ്ടു നടക്കും, അതിന്റെ ഉള്ളിലൊക്കെ പോയി ഒളിച്ചിരിക്കാം. ചിലരാണെങ്കിൽ വേറെ രീതിയിൽ. സുബ്ഹാനല്ലാഹ്, ഏതെല്ലാം രീതിയിലാണ് അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. എത്ര നല്ല രീതിയിലാണ് മുടി ചീകി ഒതുക്കി അത് നല്ല രീതിയിൽ നീട്ടി വളർത്താൻ പരിശുദ്ധ ദീൻ പഠിപ്പിച്ചപ്പോൾ അതിനെ അങ്ങ് തെല്ലി മാറ്റിയിട്ട് അള്ളാഹു നിങ്ങൾക്ക് നൽകിയതായ അനുഗ്രഹം, ആ അനുഗ്രഹത്തെ മാറ്റിമറിച്ച് മൃഗതുല്യരായിട്ട് പിശാചിന്റെ മാർഗം പിൻപറ്റി ജീവിക്കുന്ന മനുഷ്യ, നീ വ്യക്തമായ നാശത്തിലും വഴികേടിലുമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചു തരുന്നു. ഇവിടെ ഡൈ ചെയ്തുകൊണ്ട് നടക്കുന്നവരുണ്ട്, പച്ച കുത്തിക്കൊണ്ട് നടക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ വെപ്പുമുടി വെച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്. ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യമാണ്. എന്നാലും ഇന്ന് ആർക്കും ഇന്ന് യുവാക്കളായി ജീവിക്കണം, ചെറുപ്പക്കാരാവാൻ ആഗ്രഹമാണ്. കഷണ്ടി എല്ലാവർക്കും ഇന്ന് ഒരു ഭാരമായി മാറുന്നു. വെപ്പുമുടി വെച്ചുകൊണ്ട് നടക്കുന്നു. ചിലരാണെങ്കിൽ കൊണ്ടുപോയി മുഖം ബ്ലീച്ച് ചെയ്ത് സൗന്ദര്യവർദ്ധനവുണ്ടാക്കി ഇങ്ങനെ ഗ്ലാമറിന്റെ താരങ്ങളായി ജീവിക്കുന്നു. സഹോദരിമാര് ആയിരങ്ങൾ പതിനായിരങ്ങൾ ചെലവഴിച്ചാണ് അവരുടേതായ പിരികങ്ങൾ പ്ലഗ് ചെയ്ത് അവരുടെ ശരീരത്തിന്റെ മുഖങ്ങളും ഭാഗങ്ങളും ക്രീമുകൾ തേച്ച് അതുപോലെ ബ്ലീച്ച് ചെയ്ത് ഇത്തരത്തിൽ ഇങ്ങനെ ഭംഗി വർദ്ധിപ്പിച്ചുകൊണ്ട് നടക്കുമ്പോൾ അള്ളാഹു നിന്നോട് പറയുന്നത് എന്താണ്? മൃഗങ്ങൾക്ക് ചെയ്യുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് നിന്റെ നാഥനായ തമ്പുരാൻ തന്ന സൗന്ദര്യത്തെ നീ മാറ്റിമറിക്കുകയാണ് എങ്കിൽ നീ പിശാചിന്റെ ഭാഗത്താണ്, നീ പിശാചിന് അടിമപ്പെട്ടവനാണ്, നീ പിശാചിന്റെ മകനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ബഹുമാനമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം. നബിയുടെ മുമ്പിലേക്ക് ഒരു സഹോദരി വന്നു. എന്നിട്ട് നബിയോട് പറഞ്ഞു, പൊന്നു നബിയേ, എനിക്കൊരു മകളുണ്ട് നബിയേ, അവൾ ഇതാ വിവാഹിതയാണ്, അവൾ ഭർത്താവിന്റെ കൂടെയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അവൾക്കൊരു രോഗം ബാധിച്ച് അവളുടെ മുടി മുഴുവനും കൊഴിഞ്ഞുപോയി നബിയെ. ഇപ്പോൾ അവൾ തിരിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകണം. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, എന്റെ മകളുടെ തലയിൽ മുടിയില്ലാത്ത അവസ്ഥയിൽ ഭർത്താവിന്റെ ഭവനത്തിലേക്ക് ചെന്നാൽ അത് മോശമാണ്, അവർക്ക് വെറുപ്പുണ്ടാകുമല്ലോ. അവൾ വിവാഹിതയല്ലേ നബിയെ, അതുകൊണ്ട് ഞാൻ അല്പം മുടിയൊന്ന് വെച്ച് പിടിപ്പിച്ചു കൊള്ളട്ടെ, വെപ്പുമുടി വെച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ആ സഹാബി വനിത വന്ന് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖാല ലഅനഹുമുല്ലാഹ് അൽ വാസിലത വൽ മൗസൂൽ. ഇത്തരത്തിൽ മുടി വെക്കുന്നവളും അതുപോലെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നവളും അതിനുവേണ്ടി ഇറങ്ങി കച്ചകെട്ടി പുറപ്പെടുന്നവളെയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നവരെ അല്ലാഹുവും അവന്റെ റസൂലും ശപിച്ചിരിക്കുന്നു എന്ന് മുത്തായ നബി മുഹമ്മദ് മുസ്തഫ.
ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ പോയി ചോദിച്ചു, നബിയെ എന്റെ മോൾ ഈ അവസ്ഥയിലാ, ഒന്ന് വെച്ചുകൊള്ളട്ടെ എന്ന്. ബിഗ് വെക്കണ്ട എന്ന് റസൂലുള്ളാഹി. അപ്പോൾ ഇന്ന് അത് വെക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹോദരാ, അതിലൂടെ നീ എന്താണ് ചെയ്യുന്നത്? നീ അതിലൂടെ പിശാചിനെയാണ് സന്തോഷപ്പെടുത്തുന്നത്, പിശാചിനാണ് നീ വളം വെച്ചു കൊടുക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിക്കുമ്പോൾ അത്തരത്തിലുള്ള മുഴുവൻ പ്രവൃത്തികളിൽ നിന്നും നാം മാറി നിൽക്കേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിക്കുക. അതുപോലെ തന്നെ ഇബ്ലീസിന്റെ ഒരു വലിയ ഇഷ്ടമുള്ള സ്വഭാവമാണ് ഈ കവലകളിൽ കമ്പോളങ്ങളിൽ പോയി ഇരിക്കുക എന്നുള്ള. കവലകളിൽ കമ്പോളങ്ങളിൽ പോയി ഇരിക്കുന്ന ഇന്നൊരു ഫാഷനാ. വീട്ടിൽ ഇരിക്കില്ല, പള്ളിയിൽ ഇരിക്കില്ല, കവലകളിലും കമ്പോളങ്ങളിലും എത്ര സമയം വേണേലും പോയി ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ഇബ്ലീസിന്റെ ഇഷ്ട സ്വഭാവ. എത്ര സമയം കിട്ടിയാലും രാത്രി 12 മണിയാവാതെ പലരും വീട്ടിലേക്ക് പോകില്ല. ഏതെങ്കിലും കടത്തിണ്ടയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെയിറ്റിംഗ് ഷെഡില് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരു ഫാഷനായി മാറുന്ന ഈ കാലഘട്ടത്തിൽ മഹാനായ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ കടകളിലായി കമ്പോളങ്ങളിലായി കഴിഞ്ഞുകൂടാൻ പാടില്ല. എന്നിട്ട് നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്നൊരു ഹദീസുണ്ട്. എന്താണ്? നിങ്ങളിൽ ആരെങ്കിലും കച്ചവടത്തിന് വേണ്ടിയിട്ട് മാർക്കറ്റിൽ പോകുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ആരും ചെന്ന് മാർക്കറ്റിൽ കയറില്ലെന്ന് റസൂലുള്ളാഹി. ആദ്യവും നീ പോകരുത്, അവസാനവും നീ ആയി മാറല്. കാരണം അത് പിശാചിന്റെ സ്വഭാവമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മാറ്റണം. അതുപോലെ അഹങ്കാരത്തിന്റെ സ്വഭാവമാണ് ഞാൻ ഞാൻ എന്ന് പറയുന്ന പ്രയോഗം. അത് ഇബ്ലീസിന്റെ സ്വഭാവമാണെന്ന റസൂലുള്ളാഹി. അന അന ഞാനാ ഞാൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരിക്കലും നിങ്ങൾ പറയല്ല്. നബിതങ്ങൾക്ക് വല്ലാത്ത വെറുപ്പായിരുന്നു അങ്ങനെ പറയുന്നത്. നബിതങ്ങൾ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആദ്യമായി അന ഞാൻ ഞാൻ എന്ന പ്രയോഗം പറഞ്ഞത് ആരാണ്? ഇബ്ലീസാണ്. ഇബ്ലീസിനോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇബ്ലീസിനോട് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. ഇബ്ലീസ് അത് ചെയ്തില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ച ആ സന്ദർഭം ഖുർആൻ വിവരിക്കുന്നുണ്ട്. എന്താ? കാലമാ മനാക അല്ലാ തസ്ജുദു ഇദാ അമർതുക ഖാല അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാർ വ ഖലഖതുഹു മിൻ തീൻ. എന്താണ് പിശാചേ നീ ആദമിന് സുജൂദ് ചെയ്യാതെ നീ പോയത്? അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇബ്ലീസാണ് ആദ്യമായി പറഞ്ഞതെന്ത്? അന ഖലഖതനി മിൻ നാർ വ ഖലഖതുഹു മിൻ തീൻ. ഞാൻ അല്ലാഹു തആല തീയിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്നെ, അതുപോലെ ആദമിനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് ആദമിനേക്കാൾ ഉന്നതനായത് ഞാനാണ്. അതുകൊണ്ട് അല്ലാഹു തആലയും അവന്റെ പ്രവാചകനും ഏറ്റവും വെറുത്ത ഒരു പദമാണ് ഞാൻ എന്നുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാം നബിയെ വിളിച്ചുകൊണ്ട് മെഹറാജിന്റെ രാത്രിയിൽ ഓരോ ആകാശത്തിലേക്ക് പോയി. ആ ആകാശത്തിന്റെ വാതിൽക്കൽ ചെല്ലുമ്പോ അവിടെ നിന്ന് ചോദിച്ചു, ആരാ നിങ്ങൾ? അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ എന്താണ്? അന ജിബ്രീൽ വമഅഹു നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഞാൻ ജിബ്രീലാണ്, എന്റെ കൂടെ മുഹമ്മദ് മുസ്തഫ എന്ന പ്രവാചകനുണ്ട്. അത് നമുക്കുള്ള മാതൃകയാണ്. അതുകൊണ്ട് ഞാൻ ഞാൻ എന്ന പ്രയോഗം ഒരിക്കലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. അത് ഇബ്ലീസിന്റെ സ്വഭാവമാണ്. അതുപോലെ ഒരു പ്രയോഗം റസൂലുള്ളാഹി പഠിപ്പിച്ചു തരുന്നു. ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഞാൻ ഇങ്ങനെയായിരുന്നെങ്കിൽ, എന്റെ കച്ചവടം അപ്രകാരമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അന്ന് അവിടെ പോയില്ലായിരുന്നെങ്കിൽ, ഇന്നത് നടക്കില്ലായിരുന്നു, ഇന്നത് ചെയ്യില്ലായിരുന്നു, എങ്ങനെ പറയുന്നത് അതും തെറ്റാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അത് ഇബ്ലീസിന്റെ ജോലിയാ. എന്റെ കച്ചവടം ഇങ്ങനെ ആകാൻ കാരണം അത് ഇന്നതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ അവിടെ പോകാതിരുന്നത് കൊണ്ടല്ലേ അത് സംഭവിച്ചത് എന്ന് നമ്മളൊക്കെ സംസാരിക്കാറുണ്ട്. ആ പ്രയോഗം തെറ്റാണ്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും സംസാരിക്കരുത്. അത് ഇബ്ലീസിന്റേതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇബ്ലീസിന്റെ കുതന്ത്രങ്ങൾ, അവന്റെ സതി എന്ന് പറയുന്നത് നിഗൂഢമാണ്. അത് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഓരോ പ്രവർത്തനങ്ങളിലും നാം വളരെ കൂടുതൽ സൂക്ഷിക്കണം.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നു, ഖാല ഫബിമാ വൈതനി ലഖുദന്ന ലഹും സിറാതകൽ മുസ്തഖീം സുമ്മ ലാതിയന്നഹും മിൻ ബൈനി ഐദീഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമായിലിഹിം വലതജിദ അക്സറഹും ശാകിരീൻ. ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞ ഒരു സന്ദർഭമുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, നിന്റെ നിഗൂഢതയിലേക്ക് എന്റെ സത്യവിശ്വാസികളെ നിനക്ക് വലിച്ചഴയ്ക്കാൻ കഴിയില്ല. അല്ലാഹുവേ, നീ എത്ര നേർവഴിയിലായി നിന്റെ ജനങ്ങളെ നീ നയിച്ചാലും ഞാൻ അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുന്നവനാണ്. എന്റെ നിഗൂഢമായ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ഒരാൾക്കും അറിയില്ല. എന്നിട്ട് അല്ലാഹുവിനോട് അവൻ പറയുകയാണ്, സുമ്മലാതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമായിലിഹിം വലതജിദ അക്സറഹും ശാകിരീൻ. അല്ലാഹു ഇബ്ലീസിനെ ശപിച്ചു പുറത്താക്കിയപ്പോൾ, അല്ലാഹു ഇബ്ലീസിനെ പുറത്താക്കുമ്പോൾ ഇബ്ലീസ് റബ്ബിനോട് ചെയ്തൊരുതായ ഒരു സത്യപ്രതിജ്ഞയുണ്ട്. അല്ലാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട്, റബ്ബേ, നീ എത്ര സന്മാർഗത്തിലാക്കിയാലും അവന്റെ വലതുഭാഗത്തുകൂടെ, അവന്റെ ഇടതുഭാഗത്തുകൂടെ, അവന്റെ മുന്നിലൂടെ, അവന്റെ പിന്നിലൂടെ ഞാൻ കടന്നു ചെന്നുകൊണ്ട് അല്ലാഹ് നിന്റേതായ ദാസന്മാരെ ഞാൻ നശിപ്പിക്കും. അതുകൊണ്ട് നിന്റെ വിശ്വാസികളായ അടിമകൾ നിന്ന് നിന്നോട് നന്ദിയുള്ളവരായി അല്പം ചില ആളുകളെ അല്ലാതെ നിനക്ക് കാണാൻ കഴിയില്ല റബ്ബേ. ഇത് നിന്നോട് ഞാൻ ചെയ്യുന്ന സത്യമാണെന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ വലതുഭാഗത്ത് അവൻ ദുനിയാവുമായി വരും, ഇടതുഭാഗത്ത് അവൻ സൽക്രമങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അതിലൂടെ ചതിയുമായിട്ട് വരും, വലതുഭാഗത്ത് ദുനിയാവിൻ്റെതായ കാര്യങ്ങളും പ്രശ്നങ്ങളുമായി വരും. ഇങ്ങനെ നമ്മുടെ നാല് ചുറ്റും ഇതാ അവൻ നിഗൂഢമായി നിന്നുകൊണ്ട് എന്നെയും നിങ്ങളെയും അവൻ നശിപ്പിക്കുന്നതാണ്, അതിനുവേണ്ടി അവൻ പ്രവർത്തിക്കുന്നതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. നാം ഒരു കാര്യം അറിയുക, ഇബ്ലീസിനെ കുറിച്ച് നബി പറഞ്ഞത് 360 ഏടുകൾ ഇബ്ലീസിനുണ്ടെന്നാ. അതിന്റെ ഉള്ളിൽ മുഴുവനും ചതിയും വഞ്ചനകളും കൊണ്ട് നിറച്ചിരിക്കുക. ഓരോ ദിവസമാകുമ്പോഴും ഇബ്ലീസ് ഓരോരുത്തരുടെ മുമ്പിൽ വന്നിട്ട് ഇതെടുത്തു കൊടുക്കും. ആദ്യം ചതി, വഞ്ചന, ഇങ്ങനെ ഓരോന്ന് എടുത്തു കൊടുക്കും. അങ്ങനെ ഒന്നിൽ അവൻ വീണില്ലെങ്കിൽ അടുത്തത് വെച്ചു കൊടുക്കും. അങ്ങനെ ഈ 360 ഏടുകളിൽ ഏതെങ്കിലും ഒന്നുപയോഗിച്ചുകൊണ്ട് അവൻ നമ്മളെ നശിപ്പിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി. അതുകൊണ്ട് അവന്റെ ചതിയിൽ പെട്ടുപോകാതെ നമ്മൾ സൂക്ഷിക്കണമെന്ന് ബഹുമാനമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സംസാരിക്കുന്ന വിഷയത്തിന്റെ കാതലായ ഭാഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇബ്ലീസിന്റെ പ്രവർത്തനം സത്യത്തിൽ എന്താണെന്ന് അറിയൂ. ഇബ്ലീസിന്റെ സ്വഭാവം നമുക്ക് എന്താണോ ഇഷ്ടം അതിലൂടെ നമ്മളെ നശിപ്പിക്കുക. അതാണ് ഇബ്ലീസിന്റേതായ സ്വഭാവം. നമ്മൾ എന്ത് ഇഷ്ടപ്പെടുന്നോ അതിലൂടെ നമ്മളെ അവൻ നശിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഒരാള് ഇബാദത്താണ് ചെയ്യുന്നതെങ്കിൽ ആ ഇബാദത്തിലൂടെ അയാളെ നശിപ്പിക്കും. ഒരാൾ തെറ്റ് ചെയ്യുന്നെങ്കിൽ അതിലൂടെ അയാളെ നശിപ്പിക്കും. ഒരാൾക്ക് പെണ്ണാണ് ഇഷ്ടമെങ്കിൽ ആ ഇഷ്ടത്തിലൂടെ അവൻ നശിപ്പിക്കും. ഒരാള് പണ്ഡിതനാണ്, ഇബാദത്താണ് ചെയ്യുന്നെങ്കിൽ അതിലൂടെ അയാളെ നശിപ്പിക്കും. അങ്ങനെ ഓരോ മനുഷ്യന്റെ ഇഷ്ടം എന്താണോ അതിലൂടെ നുഴഞ്ഞു കയറുക, അതിലൂടെ നശിപ്പിക്കുക. ഇതാണ് ഇബ്ലീസിന്റെ സ്വഭാവം. സഹോദരങ്ങളെ, ബർസീസ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ ബനൂ ഇസ്രായേലിന്റെ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യനാണ്. 400 വർഷക്കാലം ഒരു മലയുടെ മുകളിൽ പോയിരുന്ന അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് ഒരുപാട് ആരാധനകൾ ചെയ്തുകൊണ്ട് നിന്ന് നമസ്കരിച്ച മനുഷ്യനാണ് ബർസീസ. അള്ളാഹുവിന്റെ അർശിൽ നോക്കിക്കൊണ്ട് 4000 വരുന്ന ശിഷ്യന്മാർക്ക് ഹദീസുകൾ പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതൻ. അള്ളാഹുവിന്റെ അർശിൽ നോക്കി ഇരുന്നു കൊണ്ടാണ് ഇൽമു പറഞ്ഞു കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് 400 വർഷമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തു കൂടിയ മഹാസ്വാത്വികനായ പണ്ഡിതൻ. ഈ മനുഷ്യനെ നശിപ്പിക്കുവാൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഉദ്ദേശിക്കുന്നു. അങ്ങനെ ഇബ്ലീസ് ചെയ്തതെന്താണ്? ഈ മനുഷ്യന്റെ ഇഷ്ടം ഇബാദത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്
ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി തൊട്ടടുത്ത പർവ്വതത്തിന്റെ മുകളിൽ വന്ന് നമസ്കാരം തുടങ്ങിയ ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഇതാ കൈകെട്ടിക്കൊണ്ട് ഒറ്റക്കാലിൽ നിന്ന് നമസ്കരിക്കാൻ തുടങ്ങുന്നു. ബർസീസ് നോക്കുമ്പോൾ ഈ മനുഷ്യൻ ഇതാ ഒരേ കാലിൽ നിന്ന് രാവില്ല പകലില്ല, ആഹാരമില്ല, ഉറക്കമില്ലാതെ 7 ദിവസക്കാലം ഒരേ നിൽപ്പിൽ നിന്ന് നമസ്കരിക്കുകയാണ്. ഈ സ്വാത്വികനായ മനുഷ്യൻ വല്ലാതെ ഭയന്നുപോയി. 400 വർഷമായി ഇബാദത്ത് ചെയ്യുന്ന എനിക്ക് ചെയ്യാൻ കഴിയാത്തത് ഈ മഹാനായ മനുഷ്യൻ എങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി ഈ പണ്ഡിതൻ നടന്നുകൊണ്ട് ഇതാ ഇബ്ലീസിന്റെ മുമ്പിൽ ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇപ്രകാരം ഇബാദത്ത് ചെയ്യുന്നത്? അതിന് കഴിയണം, എനിക്കും അങ്ങനെ ചെയ്യണം. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ മടങ്ങിപ്പോകുക, നിങ്ങൾ മടങ്ങിപ്പോകണം. ഇല്ല, എനിക്കും ഇതുപോലെ ആഹാരമില്ലാതെ, ഉറക്കമില്ലാതെ, ഊണില്ലാതെ ഒരേ കാലിൽ നിന്ന് അല്ലാഹുവിന് രാവും പകലും ഇബാദത്ത് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്ന് ആ സ്വാധികനായ മനുഷ്യൻ ഇബ്ലീസിനോട് ആവശ്യപ്പെടുമ്പോൾ ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ ഇങ്ങനെ ആയതിന്റെ പിന്നിലൊരു കാര്യമുണ്ട്. ഒരിക്കൽ അല്ലാഹുവിനോട് ഞാൻ ഒരു ധിക്കാരം പ്രവർത്തിച്ചൊരു തെറ്റ് ചെയ്തു. ആ തെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങി. എന്നിട്ട് ഞാൻ ഈ അവസ്ഥയിലായത്. അതുകൊണ്ടാണ് അല്ലാഹു ഉയർന്ന ഈ അവസ്ഥ എനിക്ക് നൽകിയത് എന്ന് ഇബ്ലീസ് ആ മനുഷ്യനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അയാൾ പറഞ്ഞു, വേണ്ട, എനിക്കൊരിക്കലും തെറ്റ് ചെയ്യാൻ കഴിയില്ല, ഞാൻ തിന്മ പ്രവർത്തിക്കില്ല. ഇബ്ലീസ് പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് പോകാം, ഇതുപോലെ ആകാൻ കഴിയില്ല. അവസാനം ആ സ്വാത്വികനായ മനുഷ്യൻ കുറെ നേരം ചിന്തിച്ചിട്ട് പറഞ്ഞു, എന്നാൽ മഹാനായ മനുഷ്യ, ഇബ്ലീസിനോട് പറയുകയാണ്, നിങ്ങൾ പറ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്യേണ്ടത് എന്ന്. ഇബ്ലീസ് പറഞ്ഞു, നീ ആദ്യം അള്ളാഹിനെ ശിർക്ക്, അള്ളാഹിനോട് പങ്കേർക്ക്. അയാള് പറഞ്ഞില്ല, ഞാനത് ചെയ്യില്ല, അല്ലാഹു പൊറുക്കാത്ത പാപമാണ്, ഞാനത് കൊണ്ടത് ചെയ്യില്ല. ഇന്ന ശിർക ലദുൽമുൻ അദീം, വലിയ കൊടിയ പാതകമാണ്, ഞാൻ ചെയ്യില്ല. എന്നാൽ ഇബ്ലീസ് പറഞ്ഞൊരു കാര്യം ചെയ്യ്, നീ പോയി ഏതെങ്കിലും ഒരു പെണ്ണുമായിട്ട് നീ വ്യഭിചരിക്ക്. ഇബ്ലീസിനോട് ആ മനുഷ്യൻ പറഞ്ഞില്ല, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല, അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യമുണ്ടല്ലോ, വലാ തഖറബുസ്സിനാ, വിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത്, അതുകൊണ്ട് ഞാൻ അത് പ്രവർത്തിക്കില്ല. അവസാനം ഇബ്ലീസ് പറഞ്ഞു, നീ എന്നാൽ മദ്യപിക്കടോ, മദ്യപിച്ചാൽ മതി. അപ്പോൾ അയാൾ പറഞ്ഞു, ഇതും നിഷിദ്ധമാണ്, ഞാനത് ചെയ്യില്ല. അപ്പോൾ ഈ സ്വാത്വികനായ മനുഷ്യനോട് ഇബ്ലീസ് പറഞ്ഞു, എങ്കിൽ ഈ അവസ്ഥയിലേക്ക് നിനക്ക് എത്താൻ കഴിയില്ല. ഈ മനുഷ്യൻ കുറെ നേരം ചിന്തിച്ചു. എന്നിട്ട് ആ സ്വാത്വികനായ മനുഷ്യൻ പറഞ്ഞു, ഇതിൽ ഏറ്റവും ചെറിയ പാപമെന്ന് തോന്നുന്നത് മദ്യപിക്കല. അപ്പോൾ ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞ് അടുത്തുള്ള ഒരു മദ്യഷാപ്പിലേക്ക് പോയി. സഹോദരങ്ങളെ, അവിടെ ചെന്ന് അദ്ദേഹം മദ്യം വാങ്ങി ഇതാ അത് ഉപയോഗിക്കുന്നു. മദ്യപിച്ച് കഴിഞ്ഞപ്പോൾ പിശാചയാളിലേക്ക് കടന്നുകൂടി മദ്യം കൊണ്ട് നൽകിയ പെണ്ണിനെ കടന്നു പിടിക്കുന്നു, അവളുമായി വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നു. ആ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം ഭർത്താവ് അതും കണ്ടുകൊണ്ട് ഇതാ വരികയാണ്. ഉടനെ തന്നെ പിശാച് വന്നിട്ട് പറഞ്ഞു, സഹോദര, അയാൾ ഇത് കണ്ടു, അതുകൊണ്ട് നീ അയാളെ കൊല ചെയ്ത് കളയുക, അയാളെ കൊല ചെയ്താൽ നിനക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ കേട്ട മാതിരിയിൽ ആ ഭർത്താവിനെ ഇതാ കൊല ചെയ്യുകയാണ്. ഇബ്ലീസ് തന്നെ നാട്ടിലിറങ്ങിയ ജനങ്ങളോട് പറഞ്ഞു, ഈ സ്വാത്വികനായ മനുഷ്യനാണ് ഇയാളെ കൊന്നത് എന്ന്. അങ്ങനെ ഇതാ രാജാവിന്റെ മുമ്പിൽ അയാളെ ഹാജരാക്കപ്പെടുന്നു. കോടതി ഇതാ മനുഷ്യനെ ഇതാ കൊല ചെയ്യുവാൻ, ആ മനുഷ്യൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായി അയാളെ തൂക്കിക്കൊല്ലുവാൻ വിധിക്കുകയാണ്. അങ്ങനെ തൂക്കിക്കൊല്ലുവാൻ വിധിച്ച് തൂക്കുകയറിൽ കടക്കുന്ന സന്ദർഭത്തിൽ ഈ സ്വാത്വികനായ മനുഷ്യന്റെ മുമ്പിലേക്ക് ഇബ്ലീസ് ചെന്നുകൊണ്ട് പറഞ്ഞു, മനുഷ്യ, നിങ്ങളെ ഇതാ ഈ സന്ദർഭത്തിൽ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്, അതുകൊണ്ട് ഞാനാണ് നിന്റെ ഇലാഹെന്ന് പറഞ്ഞാൽ നീ എന്നെ കൊണ്ട് വിശ്വസിക്കുകയാണ് എങ്കിൽ ഈ തൂക്കുകയറിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷിച്ചു കൊള്ളാമെന്ന് ഇബ്ലീസ് ആ മനുഷ്യനോട് പറയുകയും അവസാനം മരണം മുമ്പിൽ കണ്ട ആ മനുഷ്യൻ നീയാണ് എന്റെ ഇലാഹെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഉടനെ തന്നെ കയറ് കഴുത്തിൽ വീണു. ആ മനുഷ്യൻ ഇതാ മരണപ്പെടുകയാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 400 വർഷമായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തു 4 ലക്ഷം
വരുന്ന ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തിരുന്ന ഒരു പണ്ഡിതനായ മനുഷ്യൻ, ഒരുപാട് ഇബാദത്ത് ചെയ്തവന് പിശാച് നശിപ്പിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അതേ ഇബാദത്തിലൂടെയാണ് കടന്നു ചെന്നത്. അങ്ങനെ മദ്യപിച്ചു, പിന്നെ വ്യഭിചരിപ്പിച്ചു, പിന്നീട് കൊല ചെയ്യിച്ചു, അവസാനം അല്ലാഹുവിനെ കൊണ്ട് ശിർക്ക് ചെയ്യിച്ചു. എന്നിട്ട് അല്ലാഹുവിൽ പങ്കു ചേർത്തിട്ട് ഈ ലോകത്ത് നിന്നൊന്നുമല്ലാതെ കൊന്നു കളഞ്ഞു എങ്കിൽ ഹബീബായ നബി തങ്ങളാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ആ ഇഷ്ടത്തിലൂടെ കടന്നു വന്ന് നിങ്ങളെ നശിപ്പിക്കുന്നവനാണ് പിശാച്. അതാണ് ഇബ്ലീസിന്റെ തൊഴിൽ. ആദം നബി എങ്ങനെ പറ്റിച്ചേ? ആദം നബി എങ്ങനെയാണ് പറ്റിച്ചത്? ആദം നബി അലൈഹിസ്സലാമിന് സ്വർഗം അല്ലാഹു ഭവനമായി കൊടുത്തില്ലേ? ഏറ്റവും വലിയ സന്തോഷമായി കഴിഞ്ഞപ്പോ ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് ഇതാ പിശാച് കടന്നു വന്നിട്ട് പറയാണ്, അവന് അസൂയ ഉണ്ടായി, ഇവരെ എങ്ങനെയാണ് ചതിക്കേണ്ടത്. ഉടനെ തന്നെ ഇബ്ലീസ് ചെന്നിട്ട് പറഞ്ഞത് എന്താണ്? യാ ആദം, ഏ ആദമേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അല്ലാഹു നിങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി നൽകിയ ഭവനമാണ്. ഇവിടെ നീ ശാശ്വതനായി ജീവിക്കാതിരിക്കാൻ, നിന്റെ അധികാരം നിനക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ഈ കാണുന്ന വൃക്ഷത്തിൽ നിന്ന് നീ ഭക്ഷിക്കണം. അങ്ങനെ നീ ഭക്ഷിച്ചാൽ നിനക്കൊരിക്കലും സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരില്ല. നീ ഒരിക്കലും സ്വർഗത്തിൽ നിന്ന് പുറത്താകില്ല. നിന്റെ അധികാരം നിനക്ക് ഇതാ നഷ്ടപ്പെടുകയില്ല. ഖുർആൻ തന്നെ പറയുന്നു, ഇബ്ലീസ് എന്നിട്ട് പറഞ്ഞത് എന്താ? ഫവസ്വസ ഇലൈഹിമു ശൈത്വാൻ ഖാല യാ ആദം ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വമുൽഖിൻ ലാ യബ്ലാ. സ്വർഗം നിനക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, നിന്റെ അധികാരം നിനക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നീ ഇതിൽ നിന്ന് ഭക്ഷിക്കുക ആദമേ, നീ ഇതിൽ നിന്ന് തിന്നണം ആദമേ എന്നാണ് ആദം നബി അലൈഹിസ്സലാമയുടെ ഉള്ളിലേക്ക് ചെന്നുകൊണ്ട് ഇതാ ഇബ്ലീസ് പറഞ്ഞത്. ആ വാക്ക് കേട്ടുകൊണ്ട്, ഇബ്ലീസിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഇതാ ആദം നബി അലൈഹിസ്സലാം ഇതാ ചെയ്യുന്നു. എന്താണ് അവിടെ ചെയ്തതെന്നറിയുമോ? ഇബ്ലീസ് പറഞ്ഞു, ആദം ഹവ്വ, നിങ്ങളെ അല്ലാഹു സൃഷ്ടിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു എന്നെ സൃഷ്ടിച്ചവനാണ്. ഞാൻ നിങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള ഒരു സമൂഹത്തിന്റെ പ്രവാചകനാണ്. ഞാൻ വലിയ പണ്ഡിതനാണ്. മലക്കുകൾക്ക് ക്ലാസ് എടുക്കുന്ന അസാസീൽ എന്ന് പറഞ്ഞ പണ്ഡിതനാണ് ഞാൻ. എനിക്ക് നിങ്ങളെക്കാൾ ഒരുപാട് അറിവുണ്ട് ആദമേ. ഞാനതുകൊണ്ട് സത്യമാണ് പറയുന്നത്. ഖുർആൻ തന്നെ പറയുന്നത്. ഇബ്ലീസ് പറഞ്ഞത് എന്താണ് ആദം നബിയോട്? ഞാൻ അല്ലാഹുവിനെ പിടിച്ച് തന്നെ സത്യം ചെയ്തു പറയുന്നു, നിങ്ങളുടെ അധികാരവും നിങ്ങളുടെ സുഖവും നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇത് ഭക്ഷിക്കണമെന്നാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ആദം നബിയോട് പറഞ്ഞത്. ഒരു മനുഷ്യനെ ചതിക്കണമെന്ന് ഉദ്ദേശിച്ച അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്തിട്ടാണെങ്കിൽ പോലും ഇബ്ലീസ് അവനെ നശിപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ ആദം നബിയോട് ഞാൻ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്താ പറയണേ. ആദം നബിയെ ചതിച്ചത് അങ്ങനെ അല്ലാഹുവിനെ പിടിച്ച് സത്യം ചെയ്ത് പറഞ്ഞാൽ പിന്നെ ചതിയിൽ പെടാതിരിക്കുവോ സഹോദരൻ? വിശ്വസിച്ചു, ഭക്ഷിച്ചു, അവര് സ്വർഗത്തിൽ നിന്ന് പുറത്തുപോയി. അത് ഇബ്ലീസിന്റെ കുതന്ത്രമാണ് സഹോദര. നമ്മുടെ ഇഷ്ടമേതാണ്, നമ്മുടെ ചാബല്യം ഏതാണ്, അതിലൂടെ നുഴഞ്ഞു കയറി നമ്മളെ നശിപ്പിക്കുന്നവനാണ് ഇബ്ലീസ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നാം ഒരു മനസ്സിലാക്കണം, ചീത്തയായ കാര്യങ്ങളെ നമ്മുടെ മുമ്പിൽ നല്ലതാക്കി കാണിച്ചുകൊണ്ട് നമ്മളെ നശിപ്പിക്കുന്നവനാണ് പിശാച്. ചീത്തയായ കാര്യങ്ങളുണ്ടല്ലോ, അതിനെ നമ്മുടെ മുമ്പിൽ നല്ലതായി ഇബ്ലീസ് അങ്ങോട്ട് കാണിച്ചു തരാം. അത് അവന്റെ കുതന്ത്രമാണ്. ഇപ്പൊ സ്വർഗം നഷ്ടപ്പെടാതിരിക്കാൻ അതിലുള്ള വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണമെന്നാ പറഞ്ഞത്. ആ വൃക്ഷത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എങ്ങനെയാണ്? ഷജറത്തുൽ ഖുൽദി എന്ന. ചീത്തയാണ്, അതിൽ നിന്ന് പക്ഷെ അതിന്റെ പേര് മാറ്റി നല്ല പേരിട്ട് കൊടുത്തു, നല്ല പേര് പറഞ്ഞു കൊടുത്തു. അതുപോലെ മദ്യം പിശാചിന്റേതാണ്, അത് ഭക്ഷിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അറബികൾ മദ്യത്തെ വിളിച്ചിരുന്നത് ഉമ്മുൽ ആറാഫ് എന്നാണ്. നല്ല പേര് കൊടുത്ത് എല്ലാ സുഖത്തിന്റെയും സൗകര്യത്തിന്റെയും മാതാവാണ് മദ്യം എന്ന് പറഞ്ഞാണ് അറബികൾ അതിനെ വിശേഷിപ്പിച്ചിരുന്നത്. നബി തങ്ങൾ പറഞ്ഞ ഖിയാമത്ത് നാളായി വരുമ്പോഴും ഇത് തന്നെ അവസ്ഥ. ചീത്തയായ എല്ലാ കാര്യത്തിനും നല്ല പേര് വരും.
ഇന്ന് നമുക്കറിയാം, ഇന്ന് ലഹരിയുടെ അവസ്ഥ എന്താണ്? മദ്യം എന്നുള്ള പേരൊക്കെ മാറി. ഇന്ന് മദ്യം എന്ന് പറയാറില്ല ആരും. ഇന്ന് അതിന് വേറെ പേരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ബിയർ. അത് കുടിക്കാൻ കുഴപ്പമില്ല, മൂത്രം പോകാൻ എളുപ്പമാ. മൂത്രം പോകാൻ എളുപ്പമാണ്. അരിഷ്ടം എന്നാ പേര് മാറ്റി. നല്ല സാധനം, മനുഷ്യ ഉപയോഗിക്കുന്ന സാധനമല്ല അരിഷ്ടം, അല്ലേ? എല്ലാരും ഉപയോഗിക്കുന്നതല്ലേ? ജോലിക്കാരൊക്കെ ഈ അധ്വാനിക്കുന്നവരൊക്കെ വൈകിട്ട് പോയിട്ട് ഇപ്പൊ മദ്യഷാപ്പിലൊന്നും പോവില്ല. കടയിൽ ചെന്നിട്ട് എല്ലാം കൂടെ കൂട്ടി ഒരു ഡോസ് അരിഷ്ടം മേടിച്ച് കുടിച്ചാൽ മദ്യം അതിന്റെ മുമ്പിൽ തോറ്റുപോകും. അങ്ങനല്ലേ? അങ്ങനെ തന്നെ സംഭവം തന്നെ. ഇതാണ് ചെയ്യുന്നത്, അരിഷ്ടമാണ്. പേര് മാറിയപ്പോൾ നല്ലതായി. അതുപോലെ സ്ത്രീകളൊക്കെ പറയണത് എന്തിനാണ്? പ്രസവിക്കാൻ നല്ലതാണ് ബിയർ. പ്രസവം എളുപ്പം ഏറ്റവും പറ്റിയ മരുന്ന് ബിയറാണെന്ന. മൂത്രം പോകാൻ, കരളിന്റെ രോഗം മാറാൻ, എന്തൊക്കെ രോഗശിഫ, കുല്ലുഹു ശിഫായായി മാറിയിരിക്കുക ഇപ്പൊ മദ്യം. അതിന്റെ പേരുകളൊക്കെ മാറ്റി അരിഷ്ടമെന്നും മൂത്രം പോകാൻ നല്ലത്. സ്ത്രീകളൊക്കെ ഇപ്പൊ കുടിക്കുക സൗന്ദര്യവർദ്ധന വസ്തുവായിട്ടാണ് ഇന്നിപ്പോ മദ്യത്തെയൊക്കെ ഉപയോഗിക്കുന്നത്. നല്ല ക്വാളിറ്റി, നല്ല സാധനങ്ങളെ അത് സൗന്ദര്യം തന്നെ വർദ്ധിപ്പിക്കുന്ന വസ്തുവായിട്ടാണ് ഇന്ന് കാണുന്നത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ പേര് മാറ്റി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരിക. അതുപോലെ പലിശ ഹറാമാണ്, നിഷിദ്ധമായ, എല്ലാവർക്കും പേടിയാ. പേരൊക്കെ മാറി, ഇപ്പൊ പലിശ ഒന്നുമില്ല. നമ്മൾ പലിശ ഒന്നും മേടിക്കുന്നില്ല, ബാങ്കിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് എടുക്കുന്നുള്ളൂ. അതിന് പേരങ്ങോട്ട് മാറ്റിയപ്പോ ഹലാലായി. ഇൻട്രസ്റ്റ് മേടിക്കുന്നതാണ്, അല്ലെങ്കിൽ CC ആണ്, അല്ലെങ്കിൽ ലോണ്, അല്ലെങ്കിൽ ഇന്നത്. ഇങ്ങനെ പേര് മാറ്റിയിട്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, പലിശയെ പേര് മാറ്റി ലാഭവിഹിതം മാത്രമാണ് ഞാൻ മേടിക്കുന്നത്, ഞാൻ ലോണല്ലേ എടുത്തിട്ടുള്ളത്, ഇൻട്രസ്റ്റ് അല്ലേ വാങ്ങുന്നത്. ഇങ്ങനെ അതിന്റെ പേര് മാറ്റിയിട്ട് അള്ളാഹുവിന്റെ ദീൻ നിഷിദ്ധമാക്കിയതിനെ ഹലാലാക്കുന്നത് അത് പിശാചിന്റെ സ്വഭാവമാണ് എന്ന് റസൂലുള്ളാഹി. പണ്ട് വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റായിട്ട്, വ്യഭിചരിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ എല്ലാവരും മോശമായ പേര് പറയും. അപസാരികയാണ്, അല്ലെങ്കിൽ അവള് മോശമാണ്, അല്ലെങ്കിൽ ഒരുപാട് പേരിൽ അവരെ നിഷിദ്ധമായി വിമർശിക്കുകയും തള്ളിക്കളയുന്നയും കാലം. എന്നാൽ ഇന്നത് മാറി. ഇന്ന് വ്യഭിചാരം വ്യാപകമായപ്പോൾ ബഹുമാനമുള്ള സഹോദരങ്ങളെ അതിന് പേരൊന്ന് മാറ്റിക്കൊടുത്ത് ഡേറ്റിംഗ് എന്ന് പേരിട്ട് കൊടുത്തപ്പോൾ, അതുപോലെ തന്നെ ടൂറിസം, സെക്സ് ടൂറിസം എന്ന് പേരിട്ട് കൊടുത്തപ്പോൾ, കാൾ ഗേൾ എന്ന് പറഞ്ഞ് പേരിട്ട് കൊടുത്തപ്പോൾ വ്യഭിചരിക്കുന്ന പെണ്ണിന് ഇന്ന് ഒരുപാട് ഡിമാൻഡായി മാറി. അവർക്ക് ഇന്ന് എന്തുമാകാം. ആ വ്യഭിചാരം എന്നുള്ള പേര് തന്നെ പറഞ്ഞു പോയാൽ അവരുടെ സംഘടന കേസ് കൊടുക്കും നമുക്കെതിരിൽ. ഇന്ന് അവർക്ക് അറിയപ്പെടുന്ന പേരുകൾ പലതായി മാറ്റിയപ്പോൾ നല്ല പെണ്ണുങ്ങൾക്കുള്ള അവസ്ഥയിലേക്ക് അവർ മാറിയില്ലേ? സഹോദര, ഇത് പിശാചിന്റെ സ്വഭാവമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നു. വിചാരത്തിന്റെ പേരൊക്കെ മാറ്റി പറഞ്ഞ പേരൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക്. അതുപോലെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അന്യ പെണ്ണുമായി നിങ്ങൾ ഒന്നിക്കരുത്, അവരുമായി സംസാരിക്കരുത്, അന്യ പെണ്ണുങ്ങളുമായി ബന്ധം പുലർത്തരുത് എന്ന് പറഞ്ഞു. അത് നിഷിദ്ധമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. കാലം മാറി, ഇന്റർനെറ്റ് യുഗമായി. ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇതാ നെറ്റ് എടുത്തുകൊണ്ട് ചാറ്റിംഗ് എന്നൊരു പേരിട്ടപ്പോൾ അത് ഹലാലായി മാറിയില്ലേ? ഞാൻ ചാറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊരു പാവമാണെന്ന് ആർക്കും തോന്നാറില്ല. എത്ര മണിക്കൂർ വേണമെങ്കിലും ചാറ്റ് ചെയ്യാം, അത് സൗഹൃദം പുലർത്തലായി കാണുന്നു. എത്ര നിഷിദ്ധമായ കാര്യം ഇബ്ലീസ് പേര് മാറ്റിയപ്പോ സൗഹൃദം പുലർത്തുകയാണത്രേ, ചാറ്റിംഗ് ആണത്രേ. അതുകൊണ്ട് ഹലാലാക്കി മാറ്റുന്ന ഒരു കാലഘട്ടം. വാദ്യോപകരണ സംഗീതങ്ങൾ ഇത് ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ്. എന്നാൽ ഇന്നിതാ അതിന്റെ പേര് മാറ്റി അതിന്നൊരു കലയാക്കി മാറ്റിയപ്പോൾ ഹലാലായി. അതൊരു കലയല്ലേ, ഹറാമല്ലല്ലോ, കലയല്ലേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാൾ വരുമ്പോൾ സംഗീതം ഹലാലാണെന്ന് വാദിക്കുന്ന ഒരു സമൂഹം എന്റെ സമുദായത്തിൽ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹ്. അല്ലേ? അതാണ് നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് ഈ പറയപ്പെട്ട പലിശയാകട്ടെ, പലിശയുടെ കാര്യം പറയുമ്പോൾ ഹറാം, ലോട്ടറി ഹറാമാണ്. ലോട്ടറി ഹറാമാണല്ലോ. ഇപ്പോഴും നമ്മൾ അത് ഹറാമാണെന്ന് ആരും പറയില്ല. കാരണം ഉസ്താദെ, നമ്മൾ എടുക്കുന്നത് വെറും ഒരു 100 രൂപ എടുത്തിട്ട് ഒരു കാരുണ്യ ലോട്ടറിയാ എടുക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയത് ക്യാൻസർ രോഗികളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കലല്ലേ. അതെങ്ങനെ ഹറാമാകും? നമ്മൾ ഒരു കാരുണ്യ ലോട്ടറി എടുത്തുള്ളൂ. പക്ഷേ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അത് ഏറ്റവും വലിയ സേവനമായി കാണുന്നവരാണ്. വേണ്ട കേട്ടോ, വേണ്ട.
അതിലൂടെ പൈസ മുടക്കി നിങ്ങൾ ആരെയും ചികിത്സിക്കേണ്ട ഹറാമ. അത്രയ്ക്ക് നല്ല മനസ്സുള്ളവനാണെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ അടുക്കൽ ഒരുപാട് RCCയിൽ രോഗികളായി കിടക്കുന്നവരെ പോയി നീ സഹായിക്ക്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അങ്ങനെയുള്ളവരെ നേരിൽ സഹായിക്കേണ്ട നീ കാരുണ്യ ലോട്ടറി എടുത്താരെയും നീ സഹായിക്കേണ്ട ആവശ്യമില്ല. ഹറാമ് തന്നെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നാം ഇബ്ലീസിനെ സൂക്ഷിക്കണം. അവന്റെ പ്രവർത്തനങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ അവന്റെ നിഗൂഢമായ പ്രവർത്തനത്തിന് അടിമകളായിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും ചതിയിൽ പെട്ടുപോകും. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കൊടിയ പാതകം ചെയ്തവനാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദര, ആ ഇബ്ലീസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ എന്താണ് മാർഗം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇതെല്ലാം പറയുമ്പോഴും നമ്മൾക്ക് രക്ഷയില്ല, രക്ഷപ്പെടാൻ കഴിയില്ല എന്നാരും വിചാരിക്കേണ്ട. പിശാച് അഗ്നിയിൽ നിന്ന് അല്ലാഹു സൃഷ്ടിച്ചവനാണ്. ആ അഗ്നിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട പിശാചിന് ഏതൊരവസ്ഥയിലും മനുഷ്യന്റെ ഉള്ളിലേക്ക് കടന്നു വരാം. എന്നാൽ അല്ലാഹു തആല വിശ്വാസികളായ അവന്റെ ദാസന്മാർക്ക് ആശ്വാസം നൽകിക്കൊണ്ട് അല്ലാഹു പറഞ്ഞു, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ ഇല്ലാ മൻ ഇത്തബഅക മിൻഹുമുൽ ഗാവീൻ. പിശാചേ, നീ നിഗൂഢമായി എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്താലും എന്റെ സത്യവിശ്വാസികളായ നല്ല ദാസന്മാരെ നിനക്കൊരിക്കലും സ്വാധീനിക്കാൻ കഴിയില്ല. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ ഇല്ലാ മൻ ഇത്തബഅക മിൻഹുൽ ഗാവീൻ. നിന്നെ പിന്തുടർന്നു വരുന്നവരെ മാത്രമേ നിനക്ക് നശിപ്പിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ എന്റെ സത്യവിശ്വാസികളിൽ നിന്ന് ഒരാളെ പോലും നിനക്ക് സ്വാധീനിക്കുവാൻ, അവരെ നശിപ്പിക്കുവാൻ നിനക്ക് കഴിയില്ല എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് ആശ്വാസം നൽകുകയാണ്. അതുകൊണ്ട് അള്ളാന്റെ സത്യവിശ്വാസികളെ മാത്രം ഇബ്ലീസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇബ്ലീസിന്റെ ചതിയിൽ പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ഹൃദയത്തെ അള്ളാഹുവിന്റെ സ്മരണയിലാക്കി കഴിഞ്ഞുകൂട്ടുക, അള്ളാഹുവിന്റെ ദിക്റിലായി കഴിഞ്ഞുകൂട്ടുക. രണ്ടാമത് നമസ്കാരത്തെ അധികരിപ്പിക്കുക. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക. അത് ഇബ്ലീസിൽ നിന്നുള്ള രക്ഷയാ. ഫർള് നിങ്ങൾ പള്ളിയിൽ നമസ്കരിക്കുക. നബിയും അങ്ങനെ ആയിരുന്നു. നബിയുടെ വീടിന്റെയും മദീനത്തെ പള്ളിയുടെയും അതിലെന്ന് പറയുന്നത് ഒരു ഭിത്തിയാണ്. പള്ളിയിൽ നിന്ന് കാലെടുത്ത് വെച്ച റസൂലുള്ളാഹിന്റെ വീട്ടിന്റെ ഉള്ളിൽ പ്രവേശിക്കാം. പക്ഷേ നബിതങ്ങൾ ഫർള് മുഴുവനും പള്ളിക്കുള്ളിൽ നമസ്കരിക്കും. എല്ലാ സുന്നത്തുകളും നബിതങ്ങൾ ഭവനത്തിലാണ് നമസ്കരിച്ചത്. അത് വീടിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയാണ്. നബിതങ്ങൾ പറഞ്ഞതാണ് സുന്നത്ത്. കഴിവിന്റെ പരമാവധി നമ്മളും പ്രകാരമാകണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ നിങ്ങളോട്, ഖുർആൻ ഓതുന്ന സ്ഥലത്തേക്ക് പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാകില്ല. നിങ്ങളുടെ ഭവനത്തിൽ സൂറത്തുൽ ബഖറ നിങ്ങളോട്, അതുപോലെ ആയത്തുൽ കുർസി നിങ്ങൾ പഠിക്കുക, അത് നിങ്ങൾ പാരായണം ചെയ്യുക. ആമനർ റസൂൽ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുകൾ നിങ്ങൾ ഓതുക. അതുപോലെ പരിശുദ്ധമായ യാസീൻ നിങ്ങൾ ഓതുക. ഇതെല്ലാം പിശാചിന്റെ സാന്നിധ്യത്തെ ഒഴിവാക്കി നമ്മൾക്കുള്ള രക്ഷാമാർഗമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുപോലെ നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികമായി നിങ്ങൾ ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികമായി ചൊല്ലുക. ആ ഹൃദയത്തിലേക്ക് ഇബ്ലീസ് പ്രവേശിക്കില്ല. നമ്മൾ ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നപ്പോഴാണ് വീട്ടിലുള്ള ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ 40ന്റെ അന്ന് ഒരു കൂട്ടിയിരുത്തൊരു 70,000 എടുക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന് അതിന് മാത്രമാക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന് അതിന് മാത്രമാക്കി. മീസാന്റെ തുലാസിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയേക്കാൾ ഭാരമുള്ള ഒരു അമലുമില്ലെന്ന് പരിശുദ്ധമായ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ, നിന്റെ ശ്വാസോച്ഛ്വാസത്തിന്റെ ഇടയിൽ പോലും നീ ചൊല്ലേണ്ട ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിന്റെ ഈമാനിനെ കഴുകി ശുദ്ധിയാക്കി നിന്റെ ഹൃദയത്തെ സ്ഫുടം ചെയ്തെടുക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അധികമായി ചൊല്ലാൻ റസൂലുള്ളാഹി നമ്മളോട് പഠിപ്പിക്കുമ്പോൾ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മരണാനന്തര ചടങ്ങിന് മാത്രമാക്കി മാറ്റുന്ന സമൂഹമായി നമ്മൾ മാറുന്നില്ലേ? ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് പിശാചിന്റെ സ്വഭാവങ്ങളാണ് ഈ എണ്ണി പറഞ്ഞത്. പിശാചിന്റെ ഇഷ്ടങ്ങൾ ഇതൊക്കെയാണ്.
അവന്റെ അനിഷ്ടങ്ങൾ ഇത് തന്നെയാണ്. അവന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഖുർആൻ ഓതുക. അതുകൊണ്ട് നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ട് അവന്റെ സാന്നിധ്യത്തെ ഒഴിവാക്കണം. നമ്മളോട് റസൂലുള്ളാഹി തങ്ങളത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത് ഇബ്ലീസിൽ നിന്നാണ്. ഇബ്ലീസിൽ നിന്ന് ജാഗ്രത പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറല്ല എങ്കിൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അവൻ നമ്മളെ ചതിക്കും. അവന്റെ സ്വഭാവത്തിൽപ്പെട്ട ഒരു സ്വഭാവമാണ് ഏത് കാര്യം നമ്മൾ ചെയ്യാൻ പോകുമ്പോഴും ആ കാര്യത്തെ അവൻ നന്മയാണെങ്കിൽ പിന്തിപ്പിച്ച് കളയും. നന്മ ചെയ്യാൻ പോയാണെങ്കിൽ ഇബ്ലീസ് പിടിച്ചു നിർത്തും, ചെയ്യാൻ വിടില്ല. ചിലര് വന്നിട്ട് പറയും, ഇൻഷാ അല്ലാഹ് നാളെ സുബഹി മുതൽ ഞാൻ കൃത്യമായി നമസ്കരിക്കും, ഞാൻ ഇനി ഒരു വഖത്ത് മുടക്കില്ല, ഞാൻ ഇതെല്ലാം ചെയ്യാം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കും. പക്ഷേ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇബ്ലീസ് അത് സമ്മതിക്കില്ല. നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാൽ ഇബ്ലീസ് അത് സമ്മതിക്കില്ല. ചിലര് വന്നിട്ട് പറയും, ഉസ്താദ് ഇന്നുപോലെ ഞാൻ അങ്ങ് നന്നാവാൻ തീരുമാനിച്ചു, ഇന്നുപോലെ ഞാനങ്ങ് നന്നാവാൻ തീരുമാനിച്ചു, ജുമാ കഴിഞ്ഞ് ഞാനങ്ങ് നന്നാവാ. പക്ഷെ ഒരിക്കലും നന്നാവില്ല. അത് പിശാചിന്റെ സ്വഭാവമാ. നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാൽ അവരെ കൊണ്ട് അത് ചെയ്യിക്കില്ല. സഹോദര, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നന്മ ചെയ്യാൻ പോകുന്നവന്റെ നന്മയെ തടയുന്നവനാണ് ഇബ്ലീസ്. നിങ്ങൾക്കറിയണോ, ഒരു മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത മനുഷ്യൻ, അയാൾ ഒരു ദിവസം ഇതാ തഹജ്ജുദ് നമസ്കരിക്കാൻ കഴിഞ്ഞില്ല, തഹജ്ജുദ് മുടങ്ങിപ്പോയി. ആ മനുഷ്യൻ ഇതാ പ്രഭാത സമയത്ത് സുബഹിയുടെ സമയത്താണ് ഉണരുന്നത്. ഉറക്കമണിയിച്ച മനുഷ്യൻ, അല്ലാഹുവേ, കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് തഹജ്ജുദ് നമസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാ എന്ന് പറഞ്ഞ മനുഷ്യൻ വിലപിക്കാൻ തുടങ്ങി. അദ്ദേഹം സുബഹി കഴിഞ്ഞു, ളുഹർ കഴിഞ്ഞു, അസ്ർ കഴിഞ്ഞു, മഗ്രിബ് കഴിഞ്ഞു, ഇശാ കഴിഞ്ഞു. അപ്പോഴും ആ മനുഷ്യന്റെ കരച്ചിലിതാ കഴിഞ്ഞില്ല. അയാള് വല്ലാതെ കരഞ്ഞിതാ രാത്രിയിൽ ഉറങ്ങിപ്പോവുകയാണ്. ഇതാ ഉറക്കത്തിന്റെ ഇടയിൽ ഇതാ അർദ്ധരാത്രിയിലായപ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് അയാളെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരാ, നീ എണീക്ക്, നീ എണീച്ചിട്ട് പോയി തഹജ്ജുദ് നമസ്കരിക്കാൻ പറഞ്ഞു. ഈ മനുഷ്യൻ ഇതാ ഉറക്കത്തിൽ നിന്ന് ചാടി എണീച്ചിട്ട്, അൽഹംദുലില്ലാഹ് അല്ലാഹുവേ, കഴിഞ്ഞ ദിവസം ഞാൻ ഉറങ്ങിപ്പോയത് കാരണത്താൽ എനിക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് റബ്ബേ, എന്റെ വിളി നീ കേട്ടല്ലോ, നിന്റെ മലക്കുകളെ വിട്ടിട്ടായിരിക്കും നീ ഉണർത്തിയതെന്ന് എനിക്കറിയാം തമ്പുരാന്. അപ്പോഴും ഈ ഉണർത്തിയ മനുഷ്യൻ ഇതാ മുമ്പിൽ നെളിഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഇതാ ചോദിച്ചു, ഏ മനുഷ്യ, നിങ്ങൾ ആരാണ്? എന്നെ എന്തിനാണ് ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയത്? തഹജ്ജുദ് നമസ്കരിക്കാൻ സമയത്ത് വന്ന മലക്കാണോ നിങ്ങളെന്ന് ചോദിക്കുമ്പോൾ ഇതാ മുമ്പിൽ നിന്ന് മനുഷ്യൻ പറയുന്നു, വേണ്ട വേണ്ട, നീ വിചാരിച്ച മലക്കൊന്നുമല്ല ഞാൻ ആരാണെന്നറിയുമോ? ഞാനാണ് ശപിക്കപ്പെട്ട പിശാച്, അല്ലാഹു ലഅനത്ത് ചെയ്ത ഇബ്ലീസാണ് ഞാനിതാ തഹജ്ജുദിന്റെ സമയമായപ്പോ നിന്റെ അടുക്കലേക്ക് വന്ന് നിന്നെ തട്ടി വിളിച്ചു വിട്ടത് ഞാനാണ്. എന്തെന്നറിയുമോ? കഴിഞ്ഞ ദിവസം നീ തഹജ്ജുദ് നമസ്കരിക്കാതെ പകല് മുഴുവനും രാത്രിയിലും നീ ഇതാ കരഞ്ഞപ്പോൾ നിന്റെ നാഥനായ തമ്പുരാൻ നിന്റെ കണ്ണിന്റെ ഓരോ കണ്ണുനീരുകളും അല്ലാഹു ഓരോ തഹജ്ജുദിന്റെ പ്രതിഫലം എഴുതി. അങ്ങനെ ഒരു രാത്രി കൊണ്ട് ലക്ഷത്തിലധികം തഹജ്ജുദിന്റെ കൂലി മേടിച്ചവരാ പൊന്നുപോലെ നീ. അതുകൊണ്ട് ഇനി നിന്റെ മരണം വരെയും നിന്നെ ഞാൻ അതിന് സമ്മതിക്കൂല. എല്ലാ രാത്രിയിലും ഞാൻ നിന്നെ വിളിച്ചുണർത്തും. നിനക്ക് ഒരു നന്മ മതിയടാ. നീ ഇനി കരഞ്ഞാൽ 1000 നന്മ നിനക്ക് റബ്ബ് തരും. അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് തഹജ്ജുദ് നമസ്കരിക്കാൻ വിളിച്ചുണർത്തി വിട്ടവനായി ഇബ്ലീസ്. ഇബ്ലീസിന്റെ കുന്തന്ത്രങ്ങൾ എങ്ങനെയുണ്ട്? ഇബ്ലീസിന്റെ പ്രവർത്തനം എങ്ങനെയുണ്ട്? നമസ്കരിക്കാനും വിളിച്ചുവിടും. അത് ഇബ്ലീസിന്റെ സ്വഭാവം. കാരണം നമ്മൾ നന്നാവാൻ പാടില്ല. ആ മനുഷ്യൻ കരഞ്ഞപ്പോൾ അല്ലാഹു തആല ഓരോ കണ്ണുനീരിനും തഹജ്ജുദിന്റെ കൂലി കൊടുത്തു. ഇബ്ലീസ് മനസ്സിലായി, ഇയാൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, അതുകൊണ്ട് ഓരോന്ന് കിട്ടിയാൽ മതി. ഇതാണ് സഹോദരാവന്റെ സ്വഭാവം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഔറത്ത് മറയ്ക്കാൻ, നമസ്കരിക്കാൻ, നോമ്പ് പിടിക്കാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് മടിയുള്ളവരാണ് നമ്മൾ. ഈ ഇൽമിന്റെ സദസ്സിൽ പോലും വരാൻ നമുക്ക് മടിയാണ്. നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. പടച്ചവന്റെ പള്ളിക്ക് പോയിക്കുമ്പോൾ ആ പള്ളിയുടെ സഹായത്തിന് ചോദിക്കുമ്പോൾ കൊടുക്കാൻ മടിയുള്ളവരാണ്. ഓരോരുത്തരും
ഓരോരുത്തരും സ്വന്തം ഇഷ്ടത്തിന് പ്രവർത്തിച്ചു കൊണ്ട് ജീവിക്കുന്നവരാണ്. എന്റെ സഹോദര, ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് അവസാനമായി ഇന്ന് നാം ആരെയാണോ മാതൃകയാക്കുന്നത്? പിശാചിനെയാണ് നാം മാതൃകയാക്കുന്നത്. അവന്റെ ഇഷ്ടത്തിനാണ് നാം ജീവിക്കുന്നത്. അവന്റെ പ്രവർത്തനമാണ് നാം ചെയ്യുന്നത്. അവൻ കൽപ്പിക്കുന്നതാണ് നാം ചെയ്യുന്നത്. അവൻ ഔറത്ത് മറയ്ക്കേണ്ട പൊന്നുമോളെ, നിന്റെ ഇഷ്ടത്തിന് നീ ജീവിച്ചോ എന്ന് പറയുമ്പോ അന്യപുരുഷന്മാര് നിന്റെ ഔറത്ത് കാണാൻ നിനക്ക് വലിയ ആഗ്രഹമാണ്. അത് കാണിക്കുന്നത് ഇഷ്ടമാണ്. ഇബ്ലീസ് പറഞ്ഞു, മോളെ നീ അത് കാണിച്ചുകൊണ്ട് നടക്കെന്ന് പറയുമ്പോ അതിനു വേണ്ടി നടക്കുന്ന പൊന്നുമോളെ, നമസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട്, പരിശുദ്ധമായ ഖുർആൻ ഉപേക്ഷിച്ചുകൊണ്ട്, സീരിയൽ കണ്ടുകൊണ്ട് ടിവിയുടെ മുമ്പിൽ ജീവിതം നലച്ചുലച്ചു കളയുന്നവർ, പള്ളിയിൽ വരാതെ ചന്തകളിൽ കടക്കമ്പോളങ്ങൾ അവിടെ ഇവിടെയായിരുന്നു കൊണ്ട് ഇബ്ലീസിന്റെ ഇഷ്ടമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന എന്റെ സമുദായമേ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കത്തിക്കാണുന്ന നരകത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഈ ശപിക്കപ്പെട്ട ഇബ്ലീസ് ഒരു പ്രസംഗം നടത്തുന്നതാണെന്ന് സൂറത്തുൽ അറാഫിന്റെ 14 മുതലുള്ള ആയത്തിൽ അല്ലാഹു വിശ്വാസികൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് നിങ്ങൾ അനുസരിക്കുന്ന ഇബ്ലീസ്, നിങ്ങൾ കേൾക്കുന്ന ഇബ്ലീസ്, നിങ്ങൾ അവന്റെ ഇഷ്ടത്തിന് ജീവിക്കുമെങ്കിൽ ആ ഇബ്ലീസിന്റെ ഒരു പ്രസംഗം കൂടി പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്, എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദര, ഈ ഇൽമിന്റെ സദസ്സ് നിങ്ങൾക്ക് രക്ഷയ്ക്കുള്ളതാകണം, നിങ്ങളുടെ വഴികാട്ടിയാകണം. ഈ 2 മണിക്കൂർ ശബ്ദം വെക്കുന്നത് എന്റെ സമുദായത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാകണം. വലിയ പ്രാസംഗികനല്ല, പക്ഷേ നന്മ ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദര, ഇബ്ലീസിന്റെ സ്വഭാവം എന്ത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയാണ്, പിശാച് നമ്മളോട് പറയുന്നതാണ്, ഒരു തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി തരും, ഒരു പാപകർമ്മം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി തരും, അതിലേക്കുള്ള എല്ലാ വഴികളും അവൻ തുറന്നു തരുന്നതാണ്. അങ്ങനെ നമ്മളത് ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങി കഴിയുമ്പോൾ ഇബ്ലീസ് നമ്മൾ നിന്ന് പിന്മാറി കളയുന്നതാണ്. അവൻ നമ്മളോട് പറയും, നീ റബ്ബിനോട് ശിർക്ക് ചെയ്യാ, നീ അല്ലാഹുവിനോട് തിർക്ക് ചെയ്യ്, നീ റബ്ബിനോട് നീ പങ്കുചേർക്ക്, നീ ജ്യോത്സ്യന്മാരെ സഹായിക്ക്, നീ അവരോട് സഹായം അഭ്യർത്ഥിക്ക്, നീ ഇതാ കണിയന്മാരുടെ മുമ്പിൽ പോ, നീ ഇതാ ഗണിച്ച് പറയുന്നവരുടെ മുമ്പിൽ പോ, നിന്റേതായ ഭാവി പ്രവചിക്കുന്നവരുടെ മുമ്പിലേക്ക് നീ പോ, നീ അന്യ പെണ്ണുമായി ഫോണിൽ സല്ലപിച്ചോ, നീ അവളുമായി എത്ര വേണമെങ്കിലും സംസാരിച്ചോ, ഒരു കുഴപ്പവുമില്ല. ഇങ്ങനെ നമ്മുടെ മനസ്സിലെ തെറ്റുകൾ മുഴുവനും ഇതാ ഇബ്ലീസ് ഉപദേശിച്ചു തരുന്നതാണ്. അങ്ങനെ എല്ലാം ചെയ്യും, എല്ലാം പ്രവർത്തിക്കും. അവസാനം നീ തെറ്റ് ചെയ്യുമ്പോൾ അവനിതാ പിന്നിലോട്ട് മാറിപ്പോകുന്നതാണ് ഇബ്ലീസ്. പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് അത് തന്നെയാണ് പറയുന്നത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സഹോദരൻ ഫോണിൽ സല്ലപിക്കുകയാണ്, ചാറ്റിങ്ങിലാണ്, പാതിരാ സമയം മുഴുവനും അവൻ ഫോൺ ചെയ്യുന്നവനാണ്. എങ്കിൽ ഇബ്ലീസ് അവരുടെ ഇടയിലേക്ക് കടന്നുകൂട്, അവരെ ഇതാ സംസാരിപ്പിക്കും, അനാവശ്യങ്ങൾ സംസാരിപ്പിക്കും, ദിവസങ്ങളോളം സംസാരിക്കും, പിന്നെ ഒന്ന് കാണാനുള്ള സാഹചര്യം ഒരുക്കും. ഇങ്ങനെ പിന്നെ കാണലും കേൾക്കലും പലതുമാകും. അവസാനമായി ഇബ്ലീസ് അവരെ ചതിക്കുഴിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ അവരാ വൃത്തികെട്ട വ്യഭിചാരത്തിലേക്ക് ഏർപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി ഒരു മുറിയുടെ ഉള്ളിലാക്കി, ആരും നിന്നെ കാണുന്നില്ല എന്നുള്ള അവസ്ഥയിൽ എത്തിച്ചിട്ട് നീ ആ പെണ്ണുമായി ബന്ധപ്പെടാൻ പോകുമ്പോ ഇബ്ലീസ് നിന്റെ മുഖത്ത് നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. എടാ മനുഷ്യ, എടാ അധികാരി, ഈ ചെയ്യുന്നത് വലിയ പാതകമാണെന്ന് നിനക്കറിയാം. നിന്റെ റബ്ബിനോട് നീ തെറ്റ് ചെയ്യല്ലെന്ന് ഖുർആൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ ചെയ്യാൻ പോകുന്ന കൊടിയ പാതകമാകുന്ന വ്യഭിചാരമാണടാ. ഇവിടെ നീ റബ്ബിനെ ഭയപ്പെടുന്നില്ല, ഈ തെറ്റ് ചെയ്യാൻ നിനക്കൊരു പേടിയുമില്ല. പക്ഷേ ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് ലോകനാഥനായ റബ്ബിനെ പേടിയുണ്ട് കേട്ടോ. ആ റബ്ബിനെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസ്
പിന്മാറിക്കളെ. ഇബ്ലീസ് കൂട്ടു നിൽക്കില്ല കേട്ടോ. അവൻ നോക്കുമ്പോ ഞാൻ എന്തിനാണ് ഈ തെറ്റ് ചെയ്യുന്നത്? എന്നെക്കാൾ മോശമായവരല്ലേ എന്റെ മുമ്പിലുള്ളത്? ഇബ്ലീസിനോട് മഹാനായ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, നിനക്ക് ഏറ്റവും വെറുപ്പുള്ളത് ആരാണ്? വെറുപ്പുള്ളത് ആരാണെന്ന് ചോദിച്ചപ്പോ ഇബ്ലീസ് പറഞ്ഞത് എന്താണെന്നറിയുമോ? എനിക്ക് ഏറ്റവും വെറുപ്പുള്ളത് ഫാസിക്കായ ധർമ്മിഷ്ഠനാണ്, തെമ്മാടിയായ ധർമ്മിഷ്ഠനാണ്. നമസ്കാരം അവനില്ല, നോമ്പവനില്ല, പുണ്യങ്ങൾ ചെയ്യില്ല, പക്ഷേ ആര് ചോദിക്കുമ്പോഴും ധർമ്മം ചെയ്യുന്നവനാണ്. അങ്ങനെയുള്ളവനെ എനിക്ക് വല്ലാതെ വെറുപ്പാണ്. യഹ്യാ നബിയുടെ ചോദ്യത്തിന്റെ മുമ്പിൽ ഇബ്ലീസിന്റെ മറുപടി കേട്ടപ്പോൾ യഹ്യാ നബി വല്ലാതെ ഞെട്ടിപ്പോയി. നീ എന്താ പറയുന്നത്? തെമ്മാടിയ നിനക്ക് ഇതാ വെറുപ്പാണെന്നോ? അതെ, എനിക്ക് വെറുപ്പാണ്. കാരണം ഇവൻ ചെയ്യുന്ന ധർമ്മിഷ്ടമുണ്ടല്ലോ, ഇവൻ കൊടുക്കുന്ന ദാനധർമ്മം, എന്നെങ്കിലും അല്ലാഹു അത് സ്വീകരിക്കും, എന്നെങ്കിലും അല്ലാഹു അത് സ്വീകരിക്കും. അത് കാരണം ആ മനുഷ്യൻ സന്മാർഗത്തിലാകും. അപ്പോൾ വളരെ ആകാംക്ഷയോടെ സക്കരിയ നബി ചോദിച്ചു, ഇബ്ലീസേ, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരാണ്? അവിടെന്ന് പറഞ്ഞു, മുഅ്മിനായ ലുബ്ധനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അവൻ നമസ്കാരമുണ്ട്, ഹജ്ജുണ്ട്, നോമ്പുണ്ട്, സൽക്കർമ്മങ്ങൾ ചെയ്യും, പക്ഷെ അവൻ ലുബ്ധനാണ്. ഞാൻ അവന്റെ അടുക്കൽ ഒരു വർക്കും ചെയ്യണ്ട അവനെ നശിപ്പിക്കാൻ. അവന്റെ ലുബ്ധത തന്നെ അവനെ നശിപ്പിച്ചു കൊള്ളുമെന്ന് റസൂലുള്ളാഹ്. ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുകയാണ് യഹ്യാ നബിയോട്, അവന്റെ ലുബ്ധത മതി അവനെ നശിപ്പിക്കാൻ. അവൻ ആർക്കും ഒന്നും കൊടുക്കില്ല. പെമ്മക്കളെ കെട്ടിക്കാൻ ചോദിക്കാൻ വന്നാലും, യതീമക്കളുടെ കാര്യം ചോദിച്ചു വന്നാലും, അനാഥകളുടെ കാര്യങ്ങൾ ചോദിച്ചാലും, പള്ളിക്ക് വേണ്ടി അവന്റെ വീട് കയറി ഇറങ്ങിയാലും, അവൻ എത്ര ഹജ്ജ് ചെയ്തവനാണെങ്കിലും ശരി തന്നെ, അവനൊന്നും തരില്ല. ഇവനെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. ഇവന്റെ പുണ്യം മുഴുവനും ഈ ലുബ്ധത നശിപ്പിച്ചു കളയുന്നതാണ് എന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി യഹ്യാ നബിയോട് പറഞ്ഞു. എന്നിട്ട് ഇബ്ലീസ് പറഞ്ഞ ഒരു സത്യമുണ്ട്. സ്വന്തം മണ്ണുവാരി തലയിലിട്ടിട്ട് അവൻ പറഞ്ഞു, യഹ്യാ നബിയെ, അങ്ങ് എന്നോട് ഈ കാര്യം ചോദിച്ചില്ലായിരുന്നു എങ്കിൽ ഈ ഭൂമുഖത്ത് ആർക്കും ഞാൻ ഈ അറിവ് പറഞ്ഞു കൊടുക്കില്ല എന്ന് പറഞ്ഞ് മണ്ണുവാരി തലയിലിട്ടുകൊണ്ട് നടന്നു പോയവനായി ഇബ്ലീസ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇബ്ലീസിനറിയാം മനുഷ്യന് വേണ്ടി എല്ലാം ഒന്ന് ഒരുമിച്ച് വെച്ച് കൊടുത്താൽ മതി, അവരത് ചെയ്തുകൊള്ളും. ആ തെറ്റ് ചെയ്യാൻ അവൻ അതിലേക്ക് അടുക്കുമ്പോൾ ഈ ഇബ്ലീസ് പോലും പറയും, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ അല്ലാഹനെ ഭയക്കുന്നു, എനിക്ക് റബ്ബിനെ പേടിയാണെന്ന് പറഞ്ഞ് ഇബ്ലീസ് ഇതാ പിൻവാങ്ങിക്കളയുന്നതാണ്. ആ ഇബ്ലീസ് ഇന്ന് അയാളുടെ വാക്ക് കേട്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. പുള്ളിക്കാരന്റെ ഇഷ്ടത്തിനാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതാ ഇബ്ലീസ് തന്നെ നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല മുഴുവൻ മനുഷ്യനെയും ഇതാ വിളിച്ചുകൂട്ടി വിചാരണ നടത്തുകയാണ്. ആ വിചാരണയ്ക്ക് ശേഷം വഫരീഖും ഫിൽ ജന്നാ വഫരീഖും ബിസ്സഗീർ, ഒരു വലിയ വിഭാഗം സ്വർഗവാസികളായി മാറി നിൽക്കുകയാണ്. ഒരു വലിയ വിഭാഗം ഇതാ നരകത്തിന്റെ അവകാശികളായി. വഖാല ശൈത്താനു ലമ്മാ ഖുദിയൽ അംർ, അല്ലാഹുവിന്റെ വിധികൽപ്പന വന്ന് അവന്റെ വിചാരണയ്ക്ക് ശേഷം സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് പോകാൻ മാറി നിൽക്കുമ്പോൾ, നരകവാസികൾ നരകത്തിന് വേണ്ടി മാറി നിൽക്കുമ്പോൾ, ഇതാ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി തീയാൽ നിർമ്മിക്കപ്പെട്ട ഒരു സിംഹാസനം നരകത്തിന്റെ മുകൾ തട്ടിൽ കൊണ്ടുവന്നിട്ട് അതിന്റെ പുറത്ത് കയറി നിന്നിട്ടിതാ ആ ഒരുമിച്ച് കൂടി നിൽക്കുന്നതായ ആ അല്ലാഹുവിന്റെ മലക്കുകളെയും അല്ലാഹുവിന്റെ പ്രവാചകന്മാരെയും ഇതാ സ്വർഗവാസികളായ മനുഷ്യനെയും നരകവാസികളായ മനുഷ്യന്റെ മുമ്പിൽ ഒരു പ്രസംഗം നടത്തുമെന്ന് ഖുർആൻ. എന്താണ് അവന്റെ പ്രസംഗം? വഖാല ശൈത്താനു ലമ്മാ ഖുദിയൽ അംർ ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്. ഇബ്ലീസ് പറയുകയാണ്, മനുഷ്യ സമൂഹമേ, ലമ്മാ ഖുദിയൽ അംർ, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇതാ തീരുമാനമായി കഴിഞ്ഞിരിക്കുകയാണ്. അല്ലാഹു തആല നിങ്ങളുടെ കാര്യത്തിൽ ഇതാ അവൻ ഇതാ വേർതിരിച്ചു കഴിഞ്ഞു. അല്ലാഹു തആല ഇതാ നിങ്ങളുടെ കാര്യത്തിൽ ഇതാ തീരുമാനത്തിലെത്തി കഴിഞ്ഞു. ഒരു വിഭാഗം സ്വർഗത്തിന്റെ അവകാശികൾ, മറുവിഭാഗം നരകത്തിന്റെ അവകാശികൾ. ലമ്മാ ഖുദിയൽ അംർ ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അല്ലാഹു നിങ്ങളോട് ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്തു. അല്ലാഹു നിങ്ങളോട് ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്തു.
നമസ്കരിക്കുകയാണ് എങ്കിൽ സ്വർഗം തരാം, ഹജ്ജ് ചെയ്താൽ സ്വർഗം തരാം, നന്മകൾ ചെയ്താൽ സ്വർഗമുണ്ട്. നിങ്ങൾ ഗുണങ്ങളുള്ളവരാണെങ്കിൽ സ്വർഗം തരാം. ഏത് സ്വർഗം? ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിവാരങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗങ്ങൾ തരാമെന്ന് ഖുർആനിൽ അല്ലാഹു നിങ്ങളുടെ മുമ്പിൽ ആവർത്തിച്ച് പറഞ്ഞില്ലേ? ആ സ്വർഗം ഇന്ന് അല്ലാഹു ഇതാ തരാൻ തയ്യാറായി. അല്ലാഹു നിങ്ങളോട് ചെയ്ത വാഗ്ദാനം അത് സത്യമാണ്. അവൻ ഇതാ നിങ്ങൾക്ക് തരികയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഇബ്ലീസ് പറയാണ്, വഖാല ശൈത്താനു ലമ്മാ ഖുദിയൽ അംറു ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ് വഅദകും, ഞാനും നിങ്ങളോട് ഒരുപാട് വസിയത്ത് ചെയ്തു, നിങ്ങളോട് ഒരുപാട് വാഗ്ദാനം ചെയ്തു. നീ എത്ര കള്ളു കുടിച്ചാലും ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിക്കോളാം, എത്ര പലിശ മേടിച്ചാലും ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം, എത്ര ഹറാമിന്റെ കച്ചവടം ചെയ്താലും ഞാൻ നിന്നോടൊപ്പമുണ്ട്. ഇത് ദുനിയാവല്ലേ, ഇവിടെ ഇതൊന്നും കുഴപ്പമില്ല. നാളെ ഖബറിൽ ചോദ്യമില്ല, അവിടെ ഇടിയില്ല, അവിടെ ബഹളമില്ല, അവിടെ പ്രശ്നമൊന്നുമില്ല. അത് പള്ളിയിലെ ഇമാമ് പറഞ്ഞു പേടിപ്പിച്ചതാ. അവിടെ ഹിസാബൊന്നുമില്ല, സ്വർഗമില്ല, നരകമില്ല. ഈ ദുനിയാവല്ലേ നിന്റെ മുമ്പിലുള്ളത്, ഇവിടെയല്ലേ സുഖങ്ങളുള്ളത്, ഇവിടെയല്ലേ പെണ്ണുള്ളത്, ഇവിടെയല്ലേ സമ്പത്തുള്ളത്, ഇവിടെയല്ലേ സൗഭാഗ്യമുള്ളത്. അതുകൊണ്ട് ധികാരിയായി നീ ജീവിച്ചോടാ, നിനക്ക് ഞാനുണ്ടടാ എന്ന് പറഞ്ഞു. ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ് വഅദകും, ഒരുപാട് വാഗ്ദാനങ്ങൾ ഞാൻ തന്നു. എന്റെ വാക്ക് കണ്ട് തുണിയെടുക്കാതെ നടന്ന പൊന്നുമോളെ, എന്റെ ഇഷ്ടത്തിന് വേണ്ടി സീരിയൽ കണ്ട പൊന്നുമോളെ, എനിക്ക് വേണ്ടി നിസ്കാരം ഉപേക്ഷിച്ചവരെ, എനിക്ക് വേണ്ടി കള്ളക്കച്ചവടം ചെയ്തവരെ, മറ്റുള്ളവന്റെ കുടുംബം തകർത്തെറിഞ്ഞവരെ, ഇതെല്ലാം എന്റെ വാക്ക് കേട്ടുകൊണ്ട് നിങ്ങൾ ചെയ്തതല്ലേ? അതുകൊണ്ട് നിങ്ങൾ എന്തൊരു സത്യം പറയണം. വാഗ്ദക്കും ഒരുപാട് വാഗ്ദാനം ഞാനും ചെയ്തു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സത്യം ചെയ്ത് പറയാണ്, ഞാൻ ചെയ്ത മുഴുവൻ വാഗ്ദാനവും ഞാൻ ഇതാ ഇന്ന് നിങ്ങളിൽ നിന്നും ആ കരാറിനെ ലംഘിക്കുകയാണ്. ഞാൻ ചെയ്ത വാഗ്ദാനത്തെ ഞാൻ ഇന്നാ ലംഘിച്ചു കളയുന്നു. എനിക്കിന്ന് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എനിക്ക് യാതൊരു ബന്ധവും നിങ്ങളുമായിട്ടില്ല. അള്ളാഹു ചെയ്ത വാഗ്ദാനം അള്ളാഹു പൂർത്തീകരിച്ചു. ഞാൻ ചെയ്ത വാഗ്ദാനത്തിൽ ഞാൻ നിങ്ങളെ ചതിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇബ്ലീസ് പറയാണ്, ഫാഖലഫ്തും, അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ അവനിതാ പാലിച്ചപ്പോൾ ഞാൻ ഇതാ ലംഘിക്കുകയാണ്. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, എടാ മണ്ടന്മാരായ മനുഷ്യ, നിങ്ങൾ എന്റെ വാക്കുകൾ കേട്ടവരാണല്ലോ, നിങ്ങൾ അങ്ങനെ ധിക്കാരം പ്രവർത്തിച്ചവരല്ലേ. എന്നാൽ നിങ്ങളെ നിർബന്ധിക്കാനുള്ള ഒരു കഴിവും എനിക്കില്ലായിരുന്നു ദുനിയാവില്. നിങ്ങളെ കൊണ്ടത് ചെയ്യിക്കാനുള്ള കഴിവും പ്രാപ്തിയൊന്നും എനിക്കില്ല. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങളെ നിർബന്ധിക്കുവാനുള്ള യഥാർത്ഥമായ കഴിവോ ശക്തിയൊന്നും എനിക്കില്ല. ഇല്ല അന്താവുത്തുക്കും, ഞാൻ നിങ്ങളെ ചുമ്മാ ഒന്ന് വിളിച്ചതാ. വിവറേജിലേക്ക് നമുക്ക് പോകാം, ബാറിലേക്ക് പോകാം. ഞാൻ ചുമ്മാ ഒരു തമാശക്ക് നിങ്ങളെ വിളിച്ചതാണ്. എന്റെ കൂടെ നിങ്ങൾ വാ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചതാണ്. ഇല്ല അന്താവുത്തുക്കും, ഞാൻ നിങ്ങളെ അങ്ങോട്ട് വെറുതെ വിളിച്ചപ്പം ഫസ്തജബത്തു, നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ വന്നു. അല്ലാതെ നിങ്ങളെ നിർബന്ധിക്കാൻ, നിങ്ങളെ ചതിയിൽ കൊണ്ട് ചാടിക്കാനുള്ള ഒരു കഴിവും എനിക്കില്ല. ആരാ പറയുന്നത്? ഇബ്ലീസ്. എവിടെ? നാളെ നരകത്തിന്റെ മുകളിലുള്ള പ്രസംഗത്തിൽ പറയുന്നു എന്ന് ഖുർആൻ. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ ഇല്ലാ അൻ ദഅവതുകും, ചുമ്മാ വിളിച്ചതല്ലേ നിങ്ങളെ ഞാൻ. നിങ്ങൾ അപ്പോൾ എന്റെ വാക്ക് കേട്ടുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ വന്നു. അതുകൊണ്ട് ഫലാ തലൂമൂനി വലൂമൂ അൻഫുസകും, വേണ്ട വേണ്ട, ഇന്ന് നിങ്ങളെ ചീത്ത വിളിക്കുന്നുണ്ട്, ഇന്ന് നിങ്ങൾ കുറ്റം പറയുന്നുണ്ട്, ഇന്ന് നിങ്ങൾ എന്നെ പഴിക്കുന്നുണ്ട്, എന്നെ നിങ്ങൾ ശകാരിക്കുന്നുണ്ട്. വേണ്ട കേട്ടോ നരകവാസികളെ, ഫലാ തലൂമൂനി, നിങ്ങൾ ആരും എന്നെ ചീത്ത വിളിക്കണ്ട, നിങ്ങൾ എന്നെ കുറ്റം പറയണ്ട, ഞാനല്ല കാരണക്കാരൻ. വലൂമു അംഫുസകും, നിങ്ങൾ നിന്റെ സ്വന്തം ശരീരത്തെ നിങ്ങൾ പഴിക്കടോ. നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റം പറ, നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ കുറ്റം പറ. നിങ്ങളുടെ ആത്മാവും ശരീരവുമാണ് അത് ചെയ്തത്. അതുകൊണ്ട് ഫലാ തലൂമൂനി, എന്നെ ആരും നിങ്ങൾ കുറ്റം പറയണ്ട.
വലൂമു അൻഫുസകും, നിങ്ങൾ സ്വയം നിങ്ങൾ ഇതാ കുറ്റം പറഞ്ഞു. മാ അന ബിമുസ്രിഖികും വമാ അൻതും ബിമുസ്രിഖി, ഈ ദിവസം എനിക്ക് നിങ്ങളെ ആരെയും സഹായിക്കാൻ കഴിയില്ല, ആരെയും രക്ഷിക്കാൻ കഴിയില്ല, നിങ്ങൾക്കാർക്കും എന്നെയും രക്ഷിക്കാൻ കഴിയില്ല. ഇന്ന് നിങ്ങളെ ഞാനും രക്ഷിക്കില്ല, എന്നെ നിങ്ങളും രക്ഷിക്കില്ല, നമ്മളൊക്കെ നരകത്തിന്റെ ആളുകൾ തന്നെ. സുബ്ഹാനല്ലാഹ്, ചിന്തിക്കു സഹോദര. ഇന്ന് ഇബ്ലീസിന്റെ വാക്ക് കേട്ട് ജീവിക്കുന്ന നമ്മള് നാളെ ആ പിശാച് കൈയൊഴിയുന്നതാണ്. പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറഞ്ഞത് മാനബി മുസ്രിഖും വമാ അൻതും ബിമുസ്രിഖി, നിങ്ങളെ രക്ഷിക്കാൻ ആരുമില്ല, എന്നെയും രക്ഷിക്കാൻ ആരുമില്ല. എന്നിട്ട് അവൻ ഇതാ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഇബ്ലീസ് നമ്മളോട് പറയാണ്, ഇന്നി വജത്തുമൂനി ബിമാ കഫർതും ബില്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാടിടത്ത് അല്ലാഹു നിങ്ങളോട് പറഞ്ഞില്ലേ, എന്നോട് ശിർക്ക് ചെയ്യല്ലേ, എന്നോട് നിങ്ങൾ പങ്കു ചേർക്കല്ലേ, നിങ്ങൾ എന്നോട് പങ്കു ചേർത്താൽ ഞാൻ പൊറുക്കില്ല, നിങ്ങൾ തെറ്റ് ചെയ്യരുത്, ഇബ്ലീസിന് നിങ്ങൾ വഴിപ്പെടരുതെന്ന് ഖുർആനിൽ അല്ലാഹു ഒരുപാടിടത്ത് ആവർത്തിച്ചിട്ട് പറഞ്ഞിട്ട് പോലും എന്തേ നിങ്ങൾ പിന്നെ എന്നെ വഴിപ്പെട്ടത്? അല്ലാഹ് നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ എന്നെ വഴിപ്പെടരുത്, നിങ്ങൾ അല്ലാഹുവിന് മാത്രം വഴിപ്പെടണം, അവനോട് ശിർക്ക് ചെയ്യരുത്, പാപങ്ങൾ ചെയ്യരുത്. ഇബ്ലീസിനെ മനസ്സിലാക്കണം. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ യാസീനിൽ നാം അറിയാതെയാണെങ്കിലും മോദിപ്പോകുന്ന ആയത്തിൽ അല്ലാഹ് പറഞ്ഞില്ലേ, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം വംദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. നാളെ ഖിയാമത്ത് നാൾ അല്ലാഹു തആല മനുഷ്യരോട് പറയും, ധിക്കാരികളോട്, വംദാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, ഏ ധിക്കാരികളെ മാറി നിൽക്കടാ എന്ന് പറഞ്ഞ അല്ലാഹു തആല ഇതാ അവിശ്വാസികളെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലാഹു പറയും, അലം അഖദു ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ. ഏ ആദമിന്റെ സന്തതി, നിനക്ക് ഞാൻ ഖുർആനിലൂടെ അറിയിച്ചു തന്നില്ലേ നിന്റെ വ്യക്തമായ ശത്രു പിശാചാണെന്ന്. ഇന്നഹു ലകും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്, അവനെ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു തന്നില്ലേ? ഇങ്ങനെ ആവർത്തിച്ച് ഒരുപാട് ഇടത്ത് ഖുർആനിൽ നിങ്ങൾ സൂക്ഷിക്കണം, നന്നായി ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ നീ പള്ളിയിൽ കയറാത്തത്, പിന്നെ എന്താ നീ നമസ്കരിക്കാത്തത്, പിന്നെ എന്ത് നീ സാധുക്കളെ സഹായിക്കാത്തത്, എന്തുകൊണ്ട് നിനക്ക് നന്മ ചെയ്തുകൂടായിരുന്നു? അല്ലാഹു തആല നിന്നോട് പറഞ്ഞതല്ലേ എനിക്ക് എന്നോട് നിങ്ങൾ ശിർക്ക് ചെയ്യരുതെന്ന്. എന്നിട്ട് ഇബ്ലീസ് പറയും, വഇന്നല്ലാലിമീന ലഹും അദാബുൻ ശദീദ്. അല്ലാഹുവിനോട് അക്രമം പ്രവർത്തിച്ച, അല്ലാഹുവിനോട് എതിര് പ്രവർത്തിച്ചവർ ആര് തന്നെയാണ് എങ്കിലും അവർക്കുള്ള ശിക്ഷയാണ് ഈ കാണുന്ന നരകമെന്ന് നാളെ ഇബ്ലീസ് നരകത്തിന്റെ മുകളിൽ നിന്നിട്ട് പ്രസംഗിക്കുന്ന പ്രസംഗത്തെ കുറിച്ച് സൂറത്തുൽ ആറാഫിൽ അല്ലാഹു വിശദീകരിച്ച് തന്നിട്ട് പോലും ഇനിയെങ്കിലും നന്നാവുന്നില്ല എങ്കിൽ, ഇനിയെങ്കിലും മനസ്സിലാക്കുന്നില്ല എങ്കിൽ, നന്മയുടെ പാന്താവിലേക്ക് കടന്നു വന്നില്ല എങ്കിൽ, ആ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് മടങ്ങിയില്ല എങ്കിൽ, ഫഇന്നല്ലാലിമീന ലഹും അദാബുൻ ശദീദ്, കത്തിക്കാണുന്ന നരകത്തിന്റെ വിറകുകളാകാൻ മാത്രമായിരിക്കും എനിക്കും നിങ്ങൾക്കുമുള്ള അർഹത. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിലേക്ക് മടങ്ങി ഹബീബായ പ്രവാചകന്റെ ജീവിതം മനസ്സിലാക്കി ഇസ്ലാമികമായ ഒരു ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറാകണം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത് അതുകൊണ്ടാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അവൻ നമ്മളോട് അത്തരത്തിലുള്ള ഒരുപാട് പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നതാണ്, നമ്മളെ അവൻ വഴിതെറ്റിക്കുന്നതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനാണ് നമ്മളോട് പറഞ്ഞത്, ആ ദിവസത്തിൽ നമ്മളെ രക്ഷിക്കാൻ ആരും തന്നെ ഇല്ല. അവിടെ ഹബീബായ നബിതങ്ങൾ മാത്രമാണ്, നമ്മൾ ചെയ്ത നന്മകളും മാത്രമാണെന്ന് മനസ്സിലാക്കി ഇബ്ലീസിന്റെ ഇഷ്ടങ്ങൾ എന്താണ്, അവന്റെ അനിഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി